നമുക്ക് വചനത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്ക് കർത്താവിനെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ സ്വർഗ്ഗസ്ഥ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സന്നിധത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ സന്നിധിയില് ആനന്ദത്തിന്റെ പരിപൂർണതയുണ്ടല്ലോ കർത്താവേ. അവിടുത്തെ വലത് ഭാഗത്ത് കർത്താവ് നിത്യപ്രമോദങ്ങളും ഉണ്ട്. അവിടുത്തെ വലത് ഭാഗത്ത് അവിടുത്തെ കാന്തിയായിട്ട് അവിടുത്തോട് ചേർന്നിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിച്ചാട്ടെ. ഈ സായങ്കാലത്ത് കർത്താവെ, ഞങ്ങൾക്ക് ഈ തരുണത്തില് ഒരു അവസരം നൽകിയല്ലോ. ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ തിരുവചനത്തെ ധ്യാനിക്കുവാന് നന്ദി കർത്താവെ, നന്ദി കർത്താവെ. അവിടുത്തെ രക്തത്തിലെ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണം, സ്നേഹത്താൽ നിറയ്ക്കണം. അങ്ങേ തന്നെ കാണുവാൻ, അങ്ങേ തന്നെ കേൾക്കുവാൻ, അങ്ങയോട് ചേർന്നിരിപ്പാൻ, അങ്ങേ പോലെ ആയിത്തീരാൻ, നിങ്ങളുള്ള അധികമായിട്ടുള്ള ആഴത്തിലുള്ള കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ സഹായിക്കണേ. നന്ദി കർത്താവെ, നന്ദി. ഞങ്ങളുടെ ജീവിതത്തിലെ കർത്താവെ വേണ്ടുന്ന ആലോചനകളെ ഞങ്ങൾക്ക് തന്നാട്ടെ, ഞങ്ങളെ പോഷിപ്പിച്ചാട്ടെ, ഞങ്ങളെ വളർത്തിയാട്ടെ, അവിടുത്തെ സ്വരൂപത്തോട് അനുരൂപപ്പെടുത്തിയാട്ടെ. അവിടുത്തെ ആ പുരുഷത്വത്തിലേക്ക്, തികഞ്ഞ ആ മെച്ചൂരിറ്റിയിലേക്ക് കർത്താവെ, ആ പൂർണ്ണതയിലേക്ക് ആയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. അതിനായിട്ട് കർത്താവെ ഇനിയുള്ള സമയങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചു തരണം. എല്ലാം യേശു കർത്താവിന് വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മള് വെളിപാട് പുസ്തകം നമ്മളെ വാക്യപ്രതിവാക്യമായിട്ട്, വാക്ക് പ്രതിവാക്യമായിട്ട്, വേർഡ് ബൈ വേർഡ് ആയിട്ടൊക്കെ നമ്മൾ ചിന്തിച്ച് വെളിപാട് 21 അധ്യായം വരെ നമുക്ക് എത്താൻ ദൈവം സഹായിച്ചു. വെളിപാട് 21 അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങളാണ് നമ്മള് കണ്ടു തീർത്തത്. 3-ാമത്തെ വാക്യം മുതലായിരുന്നു നമുക്ക് കാണേണ്ടതായിട്ടുള്ളത്. നമുക്കറിയാം, യേശു കർത്താവ് രണ്ടാമത് വന്നതിന് ശേഷം ഒരു 1000 വർഷക്കാലം ഒരു ഭരണം, സഹസ്രാബ്ദ വാഴ്ചയുണ്ട്. സഹസ്രാബ്ദ വാഴ്ചയുടെ സമയത്ത് പട്ടിയെ കൂട്ടിലിട്ട് കെട്ടിയിടുന്നത് പോലെ, ഈ അതിഥി വരുമ്പം പട്ടിയെ കൂട്ടിലിടുന്നത് പോലെ സാത്താനെ 1000 വർഷക്കാലം അഗാധത്തില് ശല്യമൊന്നും ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അവനെ അഗാധത്തില് ബന്ധിച്ചിടുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ വെളിപാട് 20-ാം അധ്യായത്തിൽ കണ്ടു. അതിനുശേഷം അവനെ തുറന്നു വിടുമ്പോഴത്തേക്ക് അവൻ വഞ്ചിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. അനേകര് അവനെ പിൻപറ്റാനായിട്ടുണ്ട്. അവൻ ദൈവജനത്തിനെതിരെ തിരിയുമ്പോഴത്തേക്കും വലിയൊരു വലിയൊരു അഗ്നി വന്ന് അവരെ ദഹിപ്പിച്ച് കളയുന്ന കാര്യമൊക്കെ വെളിപാട് 20:9 വായിക്കുന്നു. വെളിപാട് 20:10 ഞാൻ കഴിഞ്ഞ പല ആഴ്ചകളായിട്ടും വീണ്ടും വീണ്ടും എടുത്തു പറയുന്ന ഒരു വാക്യം, വെളിപാട് 20:10. നമുക്ക് എല്ലാവർക്കും അത് ഹൃദയസ്ഥമാണ്. വെളിപാട് 20:10 എന്താ പറയുന്നത്? അവിടെ സാത്താന്റെ അന്ത്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്ന് പലപ്പോഴും പല വിശ്വാസികൾ എന്ന് പറയുന്ന ആൾക്കാർ പോലും സാത്താനെ പേടിച്ച്, അയ്യോ, ആരെങ്കിലും എനിക്കെതിരെ കൂടോത്രം ചെയ്യുമോ, അവരെനിക്ക് ഇത് ചെയ്തിട്ടായിരിക്കും, മറ്റവര് എന്നെ ഇത് ചെയ്തിട്ടായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പൊ എസ്പെഷ്യലി ഇവിടെ കൗൺസിലിങ്ങിനായിട്ടൊക്കെ വരുമ്പോ ആരോ ഒരു കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഡോക്ടറെ അത് എന്നെ അത് വായിക്കാൻ അനുവദിക്കുന്നില്ല, എന്നെ അത് വായിക്കാൻ വിടുന്നില്ലെന്നോ എന്തോ, ഏതാണ്ട് 91 സങ്കീർത്തനം വായിക്കുന്ന കാര്യം ഏതാണ്ട് പറയുക എന്ന് പറയുന്ന പോലെ എന്തോ ഇത് കേട്ടതൊന്ന് സാത്താന് അവിടെ വാണരടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ഇങ്ങനെ പേടിച്ചരണ്ട്, അയ്യോ എന്ത് ചെയ്യും, എന്റെ മക്കളെ എങ്ങനെ സംരക്ഷിക്കുന്നു പറഞ്ഞിരിക്കുന്ന അങ്ങനെ ഒരു പിക്ചറേ അല്ല ദൈവവചനത്തിലുള്ളത്. അത് സാത്താൻ പോർട്രേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സാത്താൻ വർണ്ണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പിക്ചറാണ്. സാത്താൻ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിയാണ്, അവന് കുറച്ച് ശക്തിയും കാര്യങ്ങളും കുറച്ച് കഴിവുകളും ഒക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല, അവനത് ഉണ്ട്. എന്നാൽ ആ സകല ശക്തിന്മേലെയുള്ള അധികാരം ഇന്ന് തന്നെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ആ വാക്യം എപ്പോഴും പറയാറുണ്ട്. ലൂക്കോസ് 10:19 വാക്യം അല്ലേ? ലൂക്കോസ് 10:19 വാക്യം ഞാൻ പിന്നെ അത് എടുത്ത് വായിക്കുക. നമ്മള് പല കാര്യങ്ങളും ഒക്കെ വീണ്ടും വീണ്ടും കേൾക്കുന്നതിൽ നമുക്ക് ആവർത്തന വിരസത തോന്നേണ്ട കാര്യമില്ല. നമ്മളെ ഓർപ്പിക്കാനായിട്ട് ദൈവം അത് കേൾപ്പിക്കുന്നതായിട്ട് അത് എടുത്താട്ടെ. ലൂക്കോസ് 10-ാം അധ്യായത്തിന്റെ 19 വാക്യം, ലൂക്ക് 10:19, ഐ ഗിവ് യു അതോറിറ്റി എന്നാണ് കർത്താവ് പറയുന്നത്. ബിഹോൾഡ്, ഐ ഹാവ് ഗിവൺ യു അതോറിറ്റി, ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും, നത്തിങ് വിൽ ഇൻജുർ യു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ഒരു വാക്കുകൾ. അപ്പോ ഓൾറെഡി കർത്താവ് ഇത് പറയുമ്പോൾ കൽവരി കുരിശില് സാത്താനെ ആ ഒരു അർത്ഥത്തിലുള്ള ജയം നടന്നിട്ടേ ഇല്ല. എന്നാൽ അതിനുശേഷം കൽവരി കുരിശില് അവനെ സർവായുധവർഗമൊക്കെ, അവന്റെ ആയുധവർഗമൊക്കെ വെപ്പിച്ച് അവനെ നിരായുധനാക്കിയതായിട്ടൊക്കെ നമ്മുടെ കൊളോസ്യർ 2-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എബ്രായർ 2:15, കൊളോസ്യർ 2:15, എബ്രായർ 2:15, രണ്ട് സാത്താന്റെ തോൽവിയെ കുറിച്ച് പറയുന്ന വാക്യങ്ങളാണ്.
കൊളോസ്യർ 2:15 അവനെ നിരായുധനാക്കി, ഡിസാം ചെയ്തു, അവന്റെ ആർമർ, അവന്റെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ വലിയൊരു തീവ്രവാദി ഭീകരവാദി AK-47 തോക്കുമായിട്ട് വരുന്നു. AK-47 തോക്കെന്ന് പറയാനേ അറിയത്തുള്ളൂ. ഇപ്പൊ അതിൽ കൂടുതൽ കൂടിയ ആയുധങ്ങളൊക്കെ ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്. അതുപോലുള്ള ആയുധങ്ങളുമായിട്ട് അവര് വരുന്നു. പെട്ടെന്ന് ആ തോക്ക് നമ്മുടെ കയ്യിലെത്തുന്നു, അവൻ നിരായുധനായി തീരുന്നു. അപ്പൊ അത് എത്ര വലിയ ഒരു യുനോ തിരിമറി എന്ന് പറയുന്നത് പോലെ സാത്താന്റെ ആയുധവർഗം എല്ലാം വെപ്പിച്ച് അവനെ കൂട്ടുകാഴ്ചയാക്കി. നമ്മൾ ആ ഒരു ഞാൻ കൊളോസ്യർ 2 അവനെ ഒരു പബ്ലിക് ഡിസ്പ്ലേ ആക്കി. കൊളോസ്യർ 2:15 ഞാൻ ഇങ്ങനെ 15 ഇങ്ങനെ വാഴ്ചകളെയും അധികാരങ്ങളെയും, വാഴ്ചകളും അധികാരങ്ങളും ഒക്കെ സാത്താന്റെ തന്നെ വീണുപോയ ദൂതന്മാര്, ഭൂതാത്മാക്കൾ, അവരിൽ തന്നെ പല അധികാരങ്ങളും വാഴ്ചകളും ഒക്കെ ഉണ്ട്. അപ്പൊ വാഴ്ചകളും അധികാരങ്ങളും, റൂളേഴ്സ് ആൻഡ് അതോറിറ്റീസ് എന്നുള്ള വാക്ക് സാത്താന്യവർഗത്തെ സൂചിപ്പിക്കുന്ന വാക്കാം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ ജയോത്സവം കൊണ്ടാടി, അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അതാ മെയ്ഡ് എ പബ്ലിക് ഡിസ്പ്ലേ ഓഫ് ദം. അത് ഈ പരസ്യമായ കാഴ്ചയാക്കി. അത് ദൂതവൃന്ദം എല്ലാം കണ്ടു. എന്ന നമ്മളുടെ ഹൃദയ കണ്ണുകൾ അത് തുറന്ന് കാണണം. സാത്താന് നിരായുധനാണ്. അവനൊരു തല ചതയ്ക്കപ്പെട്ട ഒരു പാമ്പാണ്. കഴിഞ്ഞ ദിവസവും ഞാൻ ആ കാര്യം ആരോട് പറഞ്ഞു, ഏതോ ഒരു വിശ്വാസിയായിട്ടുള്ള ആരോ എന്തോ കാര്യങ്ങൾ പറയുമ്പോഴാണെന്ന് തോന്നുന്നു, അതായത് ഇന്നാണോ അതോ കഴിഞ്ഞ ദിവസമാണോ അത്, അതായത് ഈ ചിലർക്കാണെങ്കിൽ പല ചിന്തകളൊക്കെ ഇങ്ങനെ വരും. അയ്യോ, ഞാനത് സാത്താനെ ആശ്രയിച്ചാണോ ചെയ്ത്, ദൈവത്തെ ആശ്രയിച്ചാണോ ചെയ്ത് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കുറ്റബോധത്തിന്റെ ചിന്തകളൊക്കെ. ഞാൻ പറഞ്ഞത്, സാത്താനോ, അവന് തല ചതയ്ക്കപ്പെട്ട ഒരു പാമ്പ്, ഒരു പാമ്പിന്റെ തല, ഒരു അണലി ഇവിടെ ഉണ്ടെന്നിരിക്കട്ടെ, അതിന്റെ തല ചതച്ച് എല്ലാം ആയി, നാമാവശേഷമായെങ്കിൽ പിന്നെ അതിന്റെ വാലിട്ട് അത് ആട്ടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒരു സർപ്പം, ഒരു മൂർഖൻ പാമ്പ്, അതിന്റെ തല തകർക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അത് വാലിട്ട് ആട്ടിക്കൊണ്ടിരിക്കുന്നതിൽ നമ്മളിപ്പോ എന്തോ, ഇപ്പൊ വാല് മാത്രം കാണുന്നവർക്കായി പേടി, എന്നാൽ തല ചതയ്ക്കപ്പെട്ടത് നമ്മൾ കാണുന്നില്ലെങ്കിൽ അയ്യോ നമുക്ക് കഷ്ടം. കർത്താവ് കൽവരി കുരിശിൽ ചെയ്ത കാര്യം നമ്മൾ കാണുന്നില്ലെങ്കിൽ, ഇവിടെ നമ്മൾ വായിച്ചത് 2:15 വായിച്ച്, കൊളോസ്യർ 2:15, എബ്രായർ 2:15 അവനെ ഹി വാസ് റെൻഡേഡ് പവർലെസ് എന്നാ വായിക്കുന്നത്. അവന്റെ ശക്തി എടുത്തു കളഞ്ഞതായിട്ടാ നമ്മൾ വായിക്കുന്നത് ഇവിടെ. എബ്രായർ 2-ാം ഹീബ്രൂസ് 2:15, എബ്രായർ 2:15 തന്റെ മരണത്താൽ, അതായത് അതിന്റെ തൊട്ട് മുമ്പേ 14-15 വായിക്കുക, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട്, നമുക്ക് മാംസമുണ്ട്, രക്തമുണ്ട്, അത് ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട്, നാഗുകൊണ്ട് അവനും യേശു കർത്താവും അവരെ പോലെ, അതായത് നമ്മളെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി, യേശു നമ്മെ പോലെ ഒരു ജഡവും രക്തവും ഒക്കെ ഉള്ള ഒരു മനുഷ്യ ശരീരത്തോടു കൂടി കർത്താവ് വന്ന് മരണത്തിന് അധികാരിയായിരുന്ന പിശാചിനെ, അതിനു മുമ്പ് വരെ നമ്മൾ പല പാട്ടിലൊക്കെ മരണാധികാരിയായിരുന്ന പിശാചിനെ എന്നൊക്കെ നമ്മൾ പാടുന്ന പോലെ, മരണത്തിന്റെ അധികാരി ഒരു അളവില് ദൈവത്തിനാണ് പരമാധികാരമുള്ളത്. എൻ്റെ അർത്ഥം, പഴയ നിയമത്തില് കർത്താവിന്റെ കൽവരി കുരിശ് മരണത്തിന് മുമ്പായിട്ട് സാധാരണ എന്ത് തോന്നിവാസവും കാണിച്ച ആരെയും മരണത്തിന് അധീനനാക്കാൻ ഒക്കുന്നുള്ള ഒരു അധികാരമല്ല. അങ്ങനെയാണെങ്കിൽ അവൻ എന്നെ എല്ലാ പഴയ നിയമവൃത്തിമാരെ എപ്പോഴും കൊന്നേനെ എന്ന് ദൈവം ഇയ്യോബിന്റെ ചുറ്റും 3 ഫെൻസസ്, 3 വേലികൾ കിട്ടി എന്ന് പറഞ്ഞതുപോലെ, ഇയ്യോബ് 1:10 നമ്മൾ പറയുന്നേ. ഇയ്യോബ് 1:10 എന്താ വായിക്കുന്നേ? ഇയ്യോബിന് ചുറ്റും, ഇയ്യോബിന്റെ കുടുംബത്തിന് ചുറ്റും, അതായത് കുടുംബാംഗങ്ങൾക്ക് ചുറ്റും, പിന്നെ ഇയ്യോബിന്റെ വസ്തുവകൾക്ക് ചുറ്റുമുള്ള 3 വേലികളെ കുറിച്ച് അവിടെ ഇയ്യോബ് 1:10 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം സാത്താന് അതിന്റെ പെർമിഷൻ വേണമായിരുന്നു. അപ്പം മരണത്തിന് അധികാരിയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവന് ഒരു പരിധിയിൽ ഒരു ചെറിയൊരു മരണത്തിന് മേലൊരു അധികാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ആ മരണാധികാരിയായിരുന്ന പിശാചിനെ ക്രൂശില് കർത്താവ് എന്ത് ചെയ്തു? അതാ നമ്മളിവിടെ 14-ാമത്തെ വാക്യം, 15-ാമത്തെ വാക്യം, മരണത്തിന് അധികാരിയായിരുന്ന എബ്രായർ 2:14-15, മരണത്തിന് അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി, ജീവപര്യന്തം തന്റെ മരണത്താൽ അവനെ അങ്ങ് നീക്കി. ഹി വാസ് റെൻഡേഡ് പവർലെസ്. അതാ ഇംഗ്ലീഷിൽ അങ്ങനെ എഴുതിയേക്കുന്നത്, ദാറ്റ് ഹി വാസ് റെൻഡേഡ് പവർലെസ് എന്നുള്ളൊരു കാര്യം. ദാറ്റ് ഹി മൈറ്റ് റെൻഡർ പവർലെസ് ഹിം ഹു ഹാഡ് ദ പവർ ഓഫ് ഡെത്ത്. മരണത്തിന്റെ ശക്തി ഉണ്ടായിരുന്ന പിശാചിനെ തന്റെ മരണത്താല് നീക്കി എന്ന് പറയുമ്പോൾ അവനെ അങ്ങ് പവർലെസ് ആക്കി, ശക്തിഹീനമാക്കി.
അതാ ശക്തിഹീനമാക്കിയിട്ട് എന്ത് ചെയ്തു? ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്നവരെ നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് മരിക്കാൻ പേടി, അയ്യോ എന്താവും, നാളെ എന്തെങ്കിലും പറ്റുമോ, കോവിഡ് വരുവോ, ക്യാൻസർ വരുവോ, റോഡ് ആക്സിഡന്റ് ഉണ്ടാവുമോ, വേറെ എന്തെങ്കിലും ഉണ്ടാവുമോ, പ്രശ്നം ഉണ്ടാവുമോ? ഇപ്പൊ മരണത്തിന്റെ ഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും യഥാർത്ഥത്തിൽ കർത്താവ് വിടുവിച്ചു. നമ്മളും ഇന്ന് കർത്താവിലുള്ള വിശ്വാസത്തില് യഥാർത്ഥത്തില് പ്രത്യാശയുള്ളവരാണെങ്കിൽ മരണത്തിന്റെ ഒരു ഭീതിയില്ല. മരണമേ നിന്റെ വിഷമുള്ള എവിടെ, നിന്റെ ജയം എവിടെ? ഇപ്പോൾ 1 Corinthians 15 നമ്മളത് വായിക്കുന്നുണ്ട്. പിന്നെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, നിന്റെ തല തകർക്കും എന്ന് ഉൽപ്പത്തി 3:15 തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആ തല ക്രൂശിൽ തകർക്കപ്പെട്ടു. അതിന് പിന്നെ നമ്മൾ തിരിച്ച് കറന്റ് ലൊക്കേഷൻ തിരിച്ച് നമുക്ക് എങ്ങോട്ടെത്തി? നമ്മളിപ്പം വെളിപാട് 20:10, വെളിപാട് 2020 എന്നൊക്കെ മാച്ച് പറയുന്നത് പോലെ 2010 വെളിപാട് 20:10 അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും അപ്പൊ ഇവന് കൂട്ടായിട്ട് രണ്ടുപേരെ അവിടെ ഈ സീറ്റ് പിടിച്ചിട്ടുണ്ടായിരുന്നു. ബസ്സിലൊക്കെ ചിലർ മുമ്പേ കയറുമ്പോൾ സീറ്റ് പിടിച്ചിടുന്നത് പോലെ ഈ തീപ്പൊയ്കയില് ആദ്യം വീണത് ആരായിരുന്നു? ഇത് ക്രിസ്തുവും കള്ളപ്രവാചകനും. അവർ ഈ 1000 വർഷക്കാലം വാഴ്ചയ്ക്ക് മുമ്പേ അവരെ തീപ്പൊയ്കയിൽ തള്ളിയിട്ട കാര്യമൊക്കെ നമ്മൾ 19 അധ്യായത്തിന്റെ 19 വാക്യത്തിലൊക്കെ അവര് ജീവനോട് തള്ളിയിട്ട കാര്യമൊക്കെ 19 അധ്യായത്തിന്റെ 20 വാക്യത്തിലൊക്കെ നമ്മൾ വായിച്ചു. അപ്പൊ അവരിങ്ങനെ 1000 വർഷക്കാലം കാത്തിരിക്കുമോ, ഞങ്ങളുടെ തലപ്പനായിട്ടുള്ള ഈ പിശാച് എപ്പോ വരും? അപ്പൊ അങ്ങനെ പെട്ടെന്ന് വന്ന് വീണു, തപ്പോന്നും പറഞ്ഞ് വീണു. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചനെ കിടക്കുന്ന ഗന്ധക പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡന സഹിക്കേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ കർത്താവ് വരുന്നു, സഹസ്രാബ്ദ വാഴ്ച സാത്താനെ തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നു. അതിനുശേഷം അവിശ്വാസികളുടെ ന്യായവിധി. അപ്പം അതിനു മുമ്പേ കർത്താവ് വരുന്നു, വിശ്വാസികളുടെ പ്രതിഫലം 1000 വർഷക്കാലം ഭരണം, വിശ്വാസികളുടെ പ്രതിഫലം 1000 വർഷക്കാലത്തിന് മുമ്പാണെന്ന് നമ്മൾ വെളിപാട് 11:17 വെളിപാട് 11:17-18 വാക്യങ്ങളിലൊക്കെ നമ്മളത് കണ്ടായിരുന്നു. വെളിപാട് 11:17-18 വാക്യങ്ങളിലൊക്കെ. അപ്പം കർത്താവിന് രണ്ടാമത്തെ വരവ്, വിശ്വാസികൾക്കുള്ള പ്രതിഫലം അത് 100 മേനി, 60 മേനി, 30 മേനി പോലെയുള്ള പ്രതിഫലമായിരിക്കും. എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കത്തില്ല. പിന്നെ 1000 വർഷക്കാലം ഭരണം, അതിനുശേഷം അതിനുശേഷം സാത്താനെ പിടിച്ച് തള്ളിയിടുന്നു ഗന്ധകപ്പൊയ്കയിലേക്ക്, തീപ്പൊയ്കയിലേക്ക്. അതിനുശേഷം അവിശ്വാസികളുടെ ന്യായവിധി. അതിനുശേഷം ഇതെല്ലാം കൂടെ തീക്കിരയാകുന്നു, എല്ലാം അഗ്നിക്കിരയാകുന്നു. ഇപ്പം കാണുന്നതെല്ലാം, കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം അതെല്ലാം ടെമ്പററിയാണ്. നമ്മളിപ്പം കാണുന്നതെല്ലാം ക്ഷണികമാണ് എന്ന് എവിടാ നമ്മൾ വായിച്ചേ? 2 Corinthians 4 അവസാനത്തെ 2 വാക്യങ്ങളിൽ അതാ നമ്മൾ വായിക്കുന്നേ. 2 Corinthians 4 അവസാനത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നേ? 2 Corinthians 2 Corinthians chapter 4 17-18 വാക്യങ്ങള്. അവിടെ കാണുന്നത്, നമ്മുടെ കണ്ണുകൊണ്ട് എന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു എന്ന്, അതെല്ലാം താൽക്കാലികമാ. അതാ നമ്മുടെ നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിനെ നിത്യക്കാനും നമുക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു എന്ന് പറയുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, നമ്മൾ എന്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാണുന്നതിനെ അല്ല. അത് 18 വാക്യം മലയാളത്തിൽ ആ ട്രാൻസ്ലേഷനിൽ വൈൽ വി ലുക്ക് അറ്റ് എന്നുള്ള ഒരു കൺജങ്ഷൻ ഇംഗ്ലീഷിലും ഉണ്ട്, ഗ്രീക്കിലും ഉണ്ട്. എന്നാൽ മലയാളത്തിൽ അത് 2 സെന്റൻസ് ആയിട്ട് എഴുതിയിരിക്കുന്നുണ്ട്. ആ കൺജങ്ഷൻ അങ്ങ് വിട്ടുപോയി. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, കാണാത്തത് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം തേജസ്സിന്റെ അത്യന്ത നിത്യഘടന ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. വൈൽ വി ലുക്ക് അറ്റ്. അപ്പൊ നമ്മൾ ഇന്ന് നമ്മൾ കാണുന്നതിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം, അയ്യോ വലിയ മഴ പെയ്യുന്നു, അയ്യോ കറണ്ട് പോയി, അയ്യോ ഇത് സംഭവിച്ചു, അയ്യോ നാളെ ഇത് സംഭവിച്ചു. കാണുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എപ്പോ നിരാശപ്പെട്ടെന്ന് ചോദിച്ചാൽ മതി. പക്ഷെ കാണാത്തവനായ അദൃശ്യനായവനെ കണ്ടവനെ പോലെ മോശം ഉറച്ചു നിന്നു നമ്മൾ എബ്രായർ 11:27 വാക്യത്തിൽ വായിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് യോഹന്നാൻ 20 കർത്താവ് തോമസിനോട് പറയുന്ന കാര്യമൊക്കെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ബൈബിൾ സ്റ്റഡിയിലൊക്കെ കണ്ടായിരുന്നു. അപ്പം കാണാത്തവനായ കർത്താവിനെ, വിശ്വാസ നായകൻ നമുക്ക് നോക്കുവാൻ ഒരിടവേ ഉള്ളൂ, 10 ഇടവില്ല നോക്കുവാനായിട്ട്. നമുക്ക് അകക്കണ്ണുകൾ ഉറപ്പിക്കാനായിട്ട് യേശുവിലേക്ക് അകക്കണ്ണുകൾ ഉറപ്പിക്കുക. വേറെ എന്ത് സാഹചര്യം ആയിക്കോട്ടെ, കർത്താവിലേക്ക് നോക്കുന്നു, വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിലേക്ക് ഞാൻ എന്റെ കണ്ണുകൾ ഉറപ്പിക്കുമ്പോൾ കാണുന്നതിനെയല്ല, കാണാത്തതിനെ, കർത്താവിന്റെ രാജ്യത്തെ, കർത്താവ് കെട്ടുന്ന സഭയെ എന്ന് പറയുമ്പോൾ സഭയുടെ ബിൽഡിങ്ങോ കാണുന്ന എന്തെങ്കിലും ടാഞ്ചിബിൾ സ്പർശ്യമായ ഗോചരമായ കാര്യങ്ങളല്ല, മറിച്ച് കാണാത്തതായിട്ടുള്ള ദൈവം കിട്ടുന്ന ആത്മാവിന്റെ തലത്തിലുള്ള സഭ. അപ്പൊ അങ്ങനെ കാണാത്ത കാര്യങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തെ,
കർത്താവിന്റെ ആ ആ ഒരു കൃപയും സത്യം നിറഞ്ഞ ആ ജീവിതം, ദിവ്യസ്വഭാവത്തിന്റെ ജീവിതത്തെ, അങ്ങനെയുള്ള കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നതൊക്കെ താൽക്കാലികം, കാണാത്തതോ നിത്യം. കാണുന്നതൊക്കെ എന്താ താൽക്കാലികം. എന്താ താൽക്കാലികം എന്ന് പറയാൻ കാരണം, ഇപ്പൊ നമ്മൾ കണ്ടു വെളിപാട് 20-ാം അധ്യായത്തിലും എല്ലാം കൂടെ തീക്കിരയായി പോയി. 2 പത്രോസ് 3-ാം അധ്യായത്തിലും അതിന് 10 മുതലുള്ള വാക്യങ്ങളിലും ഒക്കെ എല്ലാം തീക്കിരയായി പോകും. എല്ലാ മൂലകങ്ങളും എല്ലാ എലമെന്റ്സും എല്ലാം തീക്കിരയായി പോകും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നശ്വരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നശ്വരമായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ അങ്ങ് ഇരുന്നാൽ മതി എന്നല്ല. ശരിയാണ്, ദൈവം നമുക്ക് ഇവിടെ ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് ജോലിയുണ്ട്, പഠിത്തമുണ്ട്. നമുക്ക് ദൈവം ചെയ്യേണ്ട, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൗത്യങ്ങളും കാര്യങ്ങളും എല്ലാം വിശ്വസ്തത നമ്മളെല്ലാം ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഇവിടെ അങ്ങ് പറ്റിപ്പിടിച്ചിരിക്കുന്നില്ല. ലോത്തിന്റെ ഭാര്യ പിന്നെയും തിരിഞ്ഞു നോക്കി ഉപ്പ് തൂണായി പോയതുപോലെ, അയ്യോ എന്റെ സൊദോമി, എന്റെ ഗൊമോറയെ, എന്റെ സാരികൾ അവിടെ ഉണ്ട്, അയ്യോ എന്റെ സ്വർണ്ണാഭരണങ്ങൾ അവിടെ ഉണ്ട്, എന്റെ അലങ്കാര വസ്ത്രങ്ങൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഈ ലോകത്തിന്റെ ഭാര്യയ്ക്ക് അങ്ങ് വിട്ടുപോരാൻ തോന്നുന്നില്ല. അയ്യോ ഞാൻ എങ്ങനെ കുറച്ചുകൂടെ എന്തെങ്കിലും കൂടെ കൈ പിടിച്ചോണ്ട് വരണമായിരുന്നു, അയ്യോ ഒന്നുകൂടെ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ, അങ്ങോട്ട് തിരിഞ്ഞു നോക്കി ഉപ്പ് തൂണായിട്ട് അവിടെ നിന്നും പോയി. അപ്പൊ അങ്ങനെ ഇതിനെ അങ്ങ് പറ്റിപ്പിടിച്ച് വെയിറ്റ് ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോൾ എന്താ പറ്റുന്നേ? അത് നമുക്ക് നിരാശയെ ഉണ്ടാവത്തുള്ളൂ. എന്നാൽ കർത്താവിലേക്ക് ഇളകാത്ത രാജ്യം, ഇളകുന്നതെല്ലാം ഇന്ന് ഷേക്കബിൾ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ചില രോഗാവസ്ഥകളുള്ളവർക്ക് ഇങ്ങനെ അവരുടെ ടിറ്റുബേഷൻ എന്നൊക്കെ പറയാം, തലയൊക്കെ ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ചിലർക്ക് വിറയില്ല, ഞരമ്പിന്റെ എന്തെങ്കിലുമൊക്കെ അവസ്ഥകൾ. അപ്പൊ ചില വിശ്വാസികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ അവർക്കൊരു എന്തോ തലയോടുള്ള കണക്ഷൻ, തലച്ചോറുള്ള എന്തോ കണക്ഷനിലുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, തലയോടുള്ള ക്രിസ്തുവിനുള്ള കണക്ഷനിലുള്ള പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ കുലുങ്ങുന്നത്. എന്തെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് നിരാശപ്പെടുന്നു, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, പെട്ടെന്ന് ആകുലപ്പെടുന്നു, പെട്ടെന്ന് അങ്ങ് സന്തോഷം വരുന്നു, പെട്ടെന്ന് ദുഃഖം വരുന്നു. നമ്മളങ്ങ് ചാഞ്ചാടിക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ മണലിന്മേൽ പണിതതുപോലെ മണലാകുന്ന ആ ഒരു ദേഹിയുടെ തലം, അതായത് വികാരത്തിന്റെയും യുനോ ചിന്തകളുടെയൊക്കെ തലമൊക്കെ കവിഞ്ഞ് ആഴത്തില് മണലിന്റെ താഴെ എന്തുണ്ട്, പാറയാകുന്ന സ്വന്തഹിതമാകുന്ന പാറയെയും ഭേദിച്ച് യുഗങ്ങളുടെ പാറയാകുന്ന ക്രിസ്തുവിന്റെ മേൽ അടിസ്ഥാനം ഇടുമ്പോൾ ആ പാറമേൽ പണിത വീട് പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങത്തില്ലെന്ന് പറഞ്ഞതുപോലെ കുലുങ്ങാതെ നമ്മള് ആ ഒരു കുലുക്കമില്ലാത്ത രാജ്യത്തിനെ കുറിച്ച്, ഇളക്കമില്ലാത്ത രാജ്യത്തെ കുറിച്ച് നമ്മളിവിടെ എബ്രായർ 12-ന്റെ അവസാനത്തെ 3-4 വാക്യങ്ങൾ നമ്മളത് വായിക്കുന്നുണ്ടല്ലോ. അൺഷേക്കബിൾ കിങ്ഡം പ്രാപിക്കാനിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഭയഭക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്ന കാര്യമൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ, അപ്പൊ ഇതെല്ലാം നശ്വരമാണെന്നുള്ളൊരു കാര്യം, എന്നാൽ നമുക്ക് ദൈവം തന്ന ഉത്തരവാദിത്തോടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നു കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട്. അങ്ങനെ പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുന്ന യോഹന്നാൻ അപ്പോസ്തലനെ നമ്മളിവിടെ കാണുന്നത്. വെളിപാട് 21-ന്റെ 1-ാമത്തെ വാക്യം, ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രമില്ല, സമുദ്രത്തില് ഉണ്ടായിരുന്ന ഭൂതാത്മാക്കളെയൊക്കെ ന്യായവിധിക്കായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത കാര്യമൊക്കെ നമ്മൾ അതിന്റെ തൊട്ട് മുമ്പ് വെളിപാട് 20-13 കണ്ടു. കർത്താവിന്റെ ആദ്യ സൃഷ്ടിയില് യഥാർത്ഥത്തിൽ സമുദ്രം ഇല്ലായിരുന്നു. പിന്നീടാണ് കർത്താവ് സൃഷ്ടിച്ചപ്പോൾ എല്ലാം കർത്താവ് സൃഷ്ടിച്ചപ്പം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അവിടെ സമുദ്രം സൃഷ്ടിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. ലൂസിഫറിന്റെ വീഴ്ചയിലാണ് സമുദ്രം ഉണ്ടായത്. ചിലർ പറയും കർത്താവ് സൃഷ്ടിച്ചപ്പോഴേ ഉൽപ്പത്തി 1-2 നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് സൃഷ്ടിച്ചപ്പോൾ എല്ലാം കൂടെ ശൂന്യമായിട്ടിരുന്നു, എന്നിട്ട് പിന്നെ പരിശുദ്ധാത്മാവ് എന്തോ പരിവർത്തിച്ച് എന്തോ ശരിയാക്കി എടുത്തു എന്നാണോ? അല്ല. കർത്താവ് സൃഷ്ടിച്ചപ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടാണ് സൃഷ്ടിച്ചത്. നമ്മൾ അങ്ങനെ ഒരു വാക്യം യെശയ്യാവിൽ കാണുന്നുണ്ട്. യെശയ്യാവ് 45-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിന് 18-ാമത്തെ വാക്യം, യെശയ്യാവ് 45-18 വീഴ്ചയിലൂടാണ്. ഇപ്പം ഉൽപ്പത്തി 1-ന്റെ 1-2 വാക്യങ്ങൾക്കിടയിലാണ് ലൂസിഫറിന്റെ 11 നമ്മൾ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, കർത്താവ് സൃഷ്ടിക്കുന്നത്, കർത്താവ് കുളമായിട്ട് സൃഷ്ടിക്കുന്ന ദൈവമല്ല. അങ്ങനെ അത് നമ്മൾ യെശയ്യാവ് 45-ന്റെ 18-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്നത്. യെശയ്യാവിന്റെ പ്രവചന ബുക്ക് ഓഫ് ഐസയ 45:18, ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു, വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്. പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്, ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനുമില്ല. ഹി ഡിഡ് നോട്ട് ക്രിയേറ്റ് ഇറ്റ് വേസ്റ്റ് പ്ലേസ്. വ്യർത്ഥമായിട്ടല്ല, അല്ലെങ്കിൽ പാഴായിട്ടല്ല അവന് അതിനെ സൃഷ്ടിച്ചത് എന്നാണ് ദൈവവചനം നിസ്തർക്കമായിട്ട് യെശയ്യാവ് 45-18 പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചപ്പോൾ ഇത് പാഴും ശൂന്യമൊന്നും അല്ലായിരുന്നു. പിന്നീട് പാഴും ശൂന്യമായി തീർന്നു. ശരിക്കും ആ പാഴിയും ശൂന്യമായി തീർന്നു എന്നാണ് അവിടെ ട്രാൻസ്ലേഷൻ യഥാർത്ഥത്തിൽ കറക്റ്റായിട്ട് ട്രാൻസ്ലേഷൻ വരേണ്ടത്. നമ്മൾ തിരിച്ച് ഉൽപ്പത്തി 1-ന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കുമ്പോൾ ഭൂമി പാഴായും ശൂന്യമായി ഇരുന്നു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. എന്നാൽ
അവിടെ ദ എർത്ത് വാസ് ഫോംലെസ് എന്ന NASB ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാനത് ഹീബ്രുവിൽ നോക്കി. പഴയ നിയമം ഒറിജിനലി അവിടെ മൂലഭാഷ എഴുതപ്പെട്ടത് എവിടാന്ന് വെച്ചാൽ എബ്രായ ഭാഷയില്. പുതിയ നിയമം ഒറിജിനലി യഥാർത്ഥത്തിൽ എഴുതപ്പെട്ടത് ആദ്യം ഗ്രീക്ക് ഭാഷയിൽ. അപ്പം പഴയ നിയമം അതിന്റെ എബ്രായ ഭാഷയില് ആ വോസ് എന്നുള്ള പദം ഹയ എന്നുള്ളൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഹയ എന്നുള്ള പദത്തിന് ടു ബി എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ, ടു ബിക്കം, കം ടു പാസ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. നമ്മളിപ്പം ഇതേ ഉൽപ്പത്തി പുസ്തകം 2:7 അതേ ഹയ എഴുതിയിട്ടുണ്ട്. എവിടെ ഹയ എഴുതിയിട്ടുള്ളത്? മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പൊ ആയി തീർന്നു എന്നുള്ളത് ഹയ എന്നുള്ള പദമാണ്. ഹി ബിക്കെയിം എ ലിവിങ് ബീയിങ് അവിടെ NASB ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഹി വാസ് എ ലിവിങ് ബീയിങ് ട്രാൻസ്ലേറ്റ് ചെയ്യാം. പക്ഷേ അവിടെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ബിക്കെയിം ആണ് അവിടെ സ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ട്രാൻസ്ലേറ്റേഴ്സ് കറക്റ്റായിട്ട് ബിക്കെയിം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പരിഭാഷകർക്ക് അത്ര അക്കാര്യത്തെ കുറിച്ചൊരു വെളിച്ചമില്ലാത്തതുകൊണ്ട് ഭൂമി പാനും ശൂന്യമായി ഇരുന്നു എന്ന് എഴുതിയത്. പക്ഷെ ശരിക്കും ആയിത്തീർന്നു എന്ന് വേണം അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. വെച്ചാൽ ടു ബിക്കം എന്നാണ് ഇന്ന് ഒരു എന്നും ഈ ഹയ എന്നുള്ള വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. അപ്പൊ ദേഹിയായി തീർന്നു എന്ന്, ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് ഉൽപ്പത്തി 2:7 പറയുന്ന അതേ ഹയ തന്നെയാണ് ഇവിടെയും ഹയ. അപ്പം ഉൽപ്പത്തി 1:2 അതേ ഹയ തന്നെയാണ്. ബിക്കെയിം ഫോംലെസ് ലൂസിഫറിന്റെ പതനത്തോടു കൂടി. അപ്പൊ അതിനുശേഷമാണ് അപ്പം സമുദ്രവും വന്നത് ലൂസിഫറിന്റെ പതനത്തോടു കൂടി. ആ സമുദ്രം പിന്നെ പുതിയ ആകാശം, അതായത് പുതിയ സ്വർഗവും പുതിയ ഭൂമിയും. പുതിയ ആകാശം എന്ന് നമ്മൾ മലയാളത്തിൽ വായിക്കുന്ന സ്വർഗം, ഔറാനോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത് പുതിയ സ്വർഗം എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന പദം. അപ്പം പുതിയ ന്യൂ ഹെവൻ ആൻഡ് ന്യൂ എർത്ത്, പുതിയ ആകാശവും പുതിയ ഭൂമിയും, പുതിയ സ്വർഗവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. അവിടെ പുതിയ യെരൂശലേം, കഴിഞ്ഞ ആഴ്ച അങ്ങേ ആഴ്ച നമുക്ക് കോട്ടേജ് ബൈബിൾ സ്റ്റഡി ആയിരുന്നല്ലോ. കഴിഞ്ഞതിന്റെ അങ്ങേ ആഴ്ച നമ്മൾ വെളിപാട് 21:2 നമ്മൾ കണ്ടു. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. മണവാട്ടി സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ അവൾ വിശുദ്ധയാണ്. ബാബിലോണിനെ കുറിച്ച് പറയുമ്പോൾ അവൾ മഹതിയാണ്. മഹതിയാം ബാബിലോൺ, ഗ്രേറ്റ്. മനുഷ്യർക്ക് മുമ്പായിട്ട് മഹത്വപരമായിട്ടുള്ളത് ദൈവത്തിന് മുമ്പായ അറപ്പുളവാക്കുന്നത് അത്രയും. ഇപ്പൊ മനുഷ്യന് മുമ്പാകെ ഭയങ്കര മഹത്വവും കാര്യങ്ങളും ഒക്കെ തേടിക്കുന്ന, മനുഷ്യമാനത്തിനായിട്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അത് ദൈവത്തിന് മുമ്പാകെ, മനുഷ്യന് മുമ്പാകെ ഇന്ന് മഹത്വമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ MHP, മണി ഓൺ പ്ലഷേഴ്സ്, പണം കൊണ്ട് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങള്, മനുഷ്യമാനം, പിന്നെ ജഡിക സുഖങ്ങൾ. ഇതൊക്കെയാണ് ഇന്ന് ലോകം അതിന്റെ പിന്നാലെയാണ് പോകുന്നത്. എന്തെല്ലാം നമ്മൾ നോക്കിയാൽ ഈ 3 കാറ്റഗറിയിൽ ആയിട്ടാക്കാൻ പറ്റും. അത് ഞാനായിട്ട് ആക്കിയതല്ല, കൺമോഹൻ, ജഡമോഹൻ, ജീവനത്തിന്റെ പ്രതാപം എന്ന് 1 യോഹന്നാൻ 2:16 പരിശുദ്ധാത്മാ യോഹന്നാൻ അപ്പോസ്തലനോട് ആക്കിയതാണ് ഈ MHP. അപ്പൊ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി അത് മണി ഓൺ പ്ലഷേഴ്സ് നമ്മളങ്ങ് പറയുന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ആ കാറ്റഗറിയിൽ അതാണ് മനുഷ്യന് മുമ്പാകെ വലിയ മഹത്വകരമായിട്ടുള്ള കാര്യം. അപ്പൊ അതിന്റെ പിന്നാലെയാണ് നമ്മളുടെ നോട്ടവും നെട്ടോട്ടം എന്നുണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പാകെ അറപ്പുളവാക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മുടെ ദൈവത്തിന്റെ നാമോദത്തിനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. കർത്താവിനെ നാം മോദപ്പെടണം, കർത്താവിനായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ആ വിശുദ്ധ നഗരം, അത് മഹതിയാം ബാബിലോൺ എന്ന് പറയുമ്പോൾ അവള് ഭയങ്കര, ബാബിലോൺ ഭയങ്കര മനുഷ്യരുടെ മുമ്പാകെയുള്ള മഹത്വം, ആ കാര്യങ്ങളാണ് അവൾ അന്വേഷിച്ചത്. അവിടെ കഴിഞ്ഞിട്ടെല്ലാം കൂടെ ജസബലിനെ പോലെ എടുത്ത് താഴെ ഇട്ടു എന്നുള്ള കാര്യമൊക്കെ നമ്മള് എവിടെ ഇതേ വെളിപാട് പുസ്തകം 18 അധ്യായത്തിന്റെ അവസാനം നമ്മൾ കണ്ടായിരുന്നു. ഷി വിൽ ബി ത്രോൺ ഡൗൺ എന്നുള്ളൊരു കാര്യമൊക്കെ അതിന്റെ 21-ാമത്തെ വാക്യം, വെളിപാട് 18:21 ബാബുലോൺ മഹാനഗരത്തെ ഹേമത്തോടെ, അതായത് നിർബന്ധത്തോടെ, വയലൻസോടെ, ഹേമത്തോടെ എറിഞ്ഞു കളയും. അങ്ങനെയുള്ള ഒരു ഇന്നത്തെ വ്യാജസഭ, ഇന്ന് യേശുവിന്റെ പേരിൽ നടക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളാ വാർത്തകളിൽ വരുന്നത്. ഒരു ഭക്തിയുടെ വേഷം ഇട്ടുകൊണ്ട് ജഡിക സുഖങ്ങൾക്ക് പിന്നാലെ, മനുഷ്യമാനത്തിന് പിന്നാലെ, പണത്തിന്റെ പിന്നാലെയൊക്കെ പോകുന്ന കാര്യങ്ങളെല്ലാം ദൈവം ന്യായം വിധിക്കുന്ന ഒരു കാലം വരും. അപ്പൊ മഹതിയാം ബാബിലോൺ ഉണ്ട്, അവളെയൊക്കെ താഴെയിട്ട് എറിഞ്ഞു കളയും. പിന്നെ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം, ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ട, വേറെ ആർക്കെങ്കിലുമായിട്ട് അലങ്കരിക്കപ്പെട്ട മണവാട്ടിയല്ല, ഭർത്താവിനായിട്ട് ആ പാതിവൃത്യം, ആ ഒരു ചേസ്റ്റിറ്റി, ഭർത്താവിനായിട്ട് അലങ്കരിക്കപ്പെട്ട, കർത്താവിനോടുള്ള നിർമ്മലവും ഏകാഗ്രവുമായ സ്നേഹം, വേറെ ഒന്നിനാലും വഷളായി പോകാതെ, സർപ്പത്തിന്റെ ഉപായത്താല് ഹവ വഞ്ചിക്കപ്പെട്ടതുപോലെ ഉപായത്തിൽ വഞ്ചിക്കപ്പെടാതെയുള്ള ആ കർത്താവിനോടുള്ള നിർമ്മലമായിട്ടുള്ള സ്നേഹം എന്ന് വരും, എപ്പോൾ വരും, എന്റെ മണവാളൻ എപ്പോൾ വരും എന്ന് നമ്മൾ ഇന്ന് പാടിയതുപോലെ, എന്റെ കർത്താവ് എന്നെ ചേർപ്പാനായിട്ട് എപ്പോൾ വരും, എന്ന് എനിക്ക് കർത്താവിനെ നേരിട്ട് കാണാൻ പറ്റും, എന്ന് എനിക്ക് കർത്താവിന്റെ മാറോട് ചാരി വിശ്രമിക്കാൻ പറ്റും, കർത്താവ് ഇന്ന് തന്നെ എനിക്ക് ആത്മാവിലെ കർത്താവെ അങ്ങോട്ട് ചേരണം, അങ്ങോട്ട് ഒപ്പമായിരിക്കണം, അവിടുത്തെ പോലെ എനിക്ക് കർത്താവെ ചിന്തിക്കണം, അവിടുത്തെ പോലെ എനിക്ക് പറയണം, അവിടുത്തെ പോലെ എനിക്ക് പെരുമാറണം, കാര്യങ്ങൾ ചെയ്യണം.
കർത്താവെ ഞാൻ അങ്ങേക്കായിട്ട് ഒരുങ്ങുന്നു. അതാ അങ്ങനെയുള്ളവരാണ് മണവാട്ടിയായി തീരുന്നത്. അല്ലാതെ കർത്താവ് രക്ഷിച്ചു ഇനിയിപ്പോ അങ്ങ് സ്വർഗത്തിൽ പോയാൽ മതി, എങ്ങനെങ്കിലുമൊക്കെ അങ്ങ് വീണു എഴുന്നേറ്റും കൺഫസ് ചെയ്ത് അവസാനം അങ്ങ് അങ്ങ് സ്വർഗത്തിൽ പോകണമെന്നുള്ള കാര്യം അങ്ങ് ഉറപ്പാക്കണം. മിനിമം അജണ്ട ഒക്കെ വെച്ചുകൊണ്ട് മാക്സിമം ഈ ലോകത്തിന് വേണ്ടി എന്തൊക്കെ ഇങ്ങനെ വെട്ടിക്കൂട്ടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പല കാര്യങ്ങളൊക്കെ തത്രപ്പാടൊക്കെ ചെയ്ത് ലോകത്തിന് വേണ്ടി ജീവിച്ച് അവസാനം കർത്താവെ എന്നെ ക്ഷമിക്കണേ, അല്ലെങ്കിൽ അറിയാതെ അറിഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ, അങ്ങ് എടുത്തോണേ എന്നുള്ളൊരു മിനിമം അജണ്ടയിൽ ഇരിക്കുന്നവര് ഇവിടെ ഈ കയ്യലപ്പുറത്ത് തേങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഹോൾ ഹാർട്ടഡ് ആയിട്ട് കർത്താവെ പൂർണ്ണതയോടെ കർത്താവിനെ ക്ഷമിക്കുക. ശരിയാണ്, നമുക്ക് വീഴ്ചകളുണ്ടാകാം, താഴ്ചകളുണ്ടാകാം, പ്രയാസങ്ങളുണ്ടാകാം, നിരാശകളുണ്ടാകാം, എന്തെല്ലാം കാര്യങ്ങളുണ്ടാകാം. എന്നാൽ അതിലൊന്നും ആ പാപത്തെ ഒരിക്കലും എത്ര പാപത്തിന് ഒരുപക്ഷെ യുനോ ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാള് വേറൊരു വിശ്വാസിയായിട്ടുള്ള ഒരാള് ഇപ്പൊ ഒരാള് ഒരു പാപത്തില് 10 തവണ വീഴുന്നു എന്നിരിക്കട്ടെ, വേറൊരാള് ഒരു തവണ ആ പാപത്തിൽ വീഴുന്നുള്ളൂ. പക്ഷേ അയാൾ ആ ഒരു തവണ വീഴുന്ന അത് വലിയ കാര്യമൊന്നുമില്ല. അത് അത് വലിയ പാപമൊന്നുമല്ല. അത് ലോകത്തിന്റെ എല്ലാവരും സ്വാഭാവികമായിട്ടുള്ള അത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ആ, അത് നമുക്ക് ഈ ഭൂമി ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു തലത്തിൽ ഒരാൾ നിൽക്കുന്നു. അയാളുടെ വീഴ്ചകളുടെ എണ്ണം നോക്കുമ്പോൾ ചിലപ്പോൾ അയാൾ പ്രകടമായിട്ട് ചിലപ്പോൾ ഒരു പ്രാവശ്യമായിരിക്കും വീണത്, മറ്റേ ആള് 10 തവണ വീണായിരിക്കും. പക്ഷെ മറ്റേ ആദ്യത്തെ ആള് ഓരോ തവണയും അതുപോലെ ആ ഒരു ദൈവമുമ്പാകെ ഒരു അനുതാപത്തോടെ കർത്താവേ, എന്റെ ജീവിതത്തിലെ കർത്താവേ, അങ്ങയെ പിരിഞ്ഞ് എനിക്കൊന്നും പറ്റത്തില്ല, അങ്ങനെ സഹായിക്കണമെന്നൊരു നുറുക്കത്തോടെ ആയിരിക്കുന്നു. മറ്റേ ആള് ഞാൻ ആ പാപത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എത്ര തവണ നമ്മളൊരു പാപത്തെ വീണുപോയെന്നോ അല്ലെങ്കിൽ യുനോ വേറെ ഒരു ബേസിസോ അല്ല, മറിച്ച് നമ്മൾ പാപത്തെ പാപമായിട്ട് കാണാതെ അതൊക്കെ ഇന്ന് ലോകത്തുണ്ട്. നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിലുള്ള ഇതൊക്കെ എല്ലാം സർവ്വ സ്വാഭാവികം എന്ന് പറയുന്ന പാപത്തെ ന്യായീകരിച്ചുകൊണ്ടുള്ള പോക്കും, മറിച്ച് ഇനിയിപ്പോ അഥവാ പാപത്തിൽ വീണു പോയാൽ പോലും, ഇനിയിപ്പോ 10,000 തവണ വീണു പോയാൽ പോലും 10,000 തവണ അത് ജസ്റ്റിഫൈ ചെയ്യാതെ ന്യായീകരിക്കാതെ ഒരു ആത്മാവരതരത്തോടെ ഒരു നിലവിളിയോടെ മനസാന്തരത്തോടെ കർത്താവിന് മുമ്പാകെ നമ്മളത് കർത്താവെ എന്നെ സഹായിക്കണേ എന്നുള്ള നിലവിളിയോട് വരുന്നതും തമ്മിൽ സ്വർഗവും നരകവും പോലെ ഡിഫറൻസ് ഉണ്ടാവും. മറ്റേതാണെങ്കിൽ ചില നമ്മള് ദൈവത്തിന്റെ ആ ഒരു ന്യായവിധിയും ദൈവത്തിന്റെ വീക്ഷണങ്ങളും എല്ലാം വളരെ ഡിഫറെന്റ് ആയി. ഇന്ന് പലപ്പോഴും ഇന്ന് വിശ്വാസികളിൽ തന്നെ യുനോ അത് പാപമായിട്ട് പല കാര്യങ്ങളും ഒക്കെ, ലൈംഗിക പാപങ്ങളാവട്ടെ, വേറെ ഓരോ കോപിക്കുന്ന കാര്യങ്ങളാവട്ടെ, ആകുലപ്പെടുന്ന കാര്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ ക്ഷമിക്കാതിരിക്കുന്ന കാര്യങ്ങളാവട്ടെ, പല കാര്യങ്ങളൊക്കെ അതൊക്കെ പാപമാണ്. അതൊന്നും പട്ടികയിൽപ്പെട്ട പാപമല്ലല്ലോ, അതൊന്നും വലിയ കാര്യമല്ല. അങ്ങനെയൊക്കെയുള്ള ഒരു അർത്ഥത്തില് അതിനെ പാപത്തെ ഒരു ലാഘവത്തോടെ കണ്ട് അതൊക്കെ ഒരു വീക്ക്നെസ്, ബലഹീനത എന്നുള്ള നിലയിൽ ന്യായീകരിച്ചുകൊണ്ട് പോകുന്നവര് അവരുടെ അവസാനം എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. എന്നാൽ പാപത്തെ അതിന്റെ ഗൗരവത്തോടെ, പൂർണ്ണ ഗൗരവത്തോടെ കണ്ട് കർത്താവേ, അങ്ങയിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒന്നും എനിക്ക് വേണ്ട, ഒരു മനോഭാവത്തിലോ ചിന്തകളിലോ വാക്കുകളിലോ ഒന്നും ഉദ്ദേശ ലക്ഷ്യത്തിലോ ഒന്നും പോലും അങ്ങയിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒന്നും എനിക്ക് വേണ്ട, അങ്ങനെ സഹായിക്കണമെന്നുള്ള ആ ഒരു അർത്ഥത്തിലെ കർത്താവിനോട് ചേർന്നിരിക്കുന്നവർ അവര് വിശുദ്ധ നഗരമായിട്ട് അവര് ആ ഹോൾ ഹാർട്ടഡ് ആയിട്ട് അവരുടെ ജീവിതത്തിൽ എത്ര ഇനി വീഴ്ചയോ താഴ്ചയോ ഉണ്ടായെന്നുള്ള, മറിച്ച് അവര് ക്ഷമയോടെ ഫലം കായ്ക്കുന്നവരെന്നൊക്കെ നമ്മൾ ആ ലൂക്കോസ് 8-14-15 വാക്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടു. ബെയർ ഫ്രൂട്ട് വിത്ത് പെർസീവറൻസ് എന്ന് പറഞ്ഞാൽ പല വീഴ്ചകളുണ്ടാകാം, പല പ്രതിസന്ധികളുണ്ടാകാം, പക്ഷെ അവര് വിടാതെ കർത്താവിനെ പിൻപറ്റി അവര് ആ നല്ല വചനത്തെ നല്ല ഹൃദയത്തോടെ ഓണസ്റ്റ് ആൻഡ് ഗുഡ് ഹാർട്ടില് ഹെൽഡ് ഫാസ്റ്റ് ചെയ്തു, ക്ലിങ് ഓൺ ചെയ്തു. അപ്പൊ അത് പുതിയ യെരൂശലേം എന്ന വിശുദ്ധനഗരം ഭർത്താവിനെ അനുഗ്രഹിക്കപ്പെട്ട മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന്. ഈ ഒരുക്കത്തിന്റെ കാര്യം പറയുമ്പം എസ്തറിന്റെ ഒരുക്കത്തിന്റെ കാര്യം നമ്മള് വിട്ടുപോകരുതല്ലോ. നമ്മളത് വിക്ടോറിയനൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എസ്തർ രാജ്ഞിയെ കുറിച്ച് നമ്മള് പഴയ നിയമത്തിലെ എസ്തറിന്റെ പുസ്തകത്തിലേക്ക് നമ്മളൊന്ന് പെട്ടെന്ന് പോവുകയാണെങ്കിൽ, നെഹമ്യയൊക്കെ കഴിഞ്ഞ് എസ്തറിന്റെ പുസ്തകത്തിലേക്ക് പോകുമ്പം എസ്തറിന്റെ ഒരുക്കം ഉണ്ടായിരുന്നു. എന്നാൽ ബാക്കിയുള്ള ഈ രാജ്ഞിയായിട്ട് രാജ്ഞിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടാനായിട്ട് അവിടെ രാജാവിന് മുമ്പാകെ ഒരുങ്ങിക്കൊണ്ടിരുന്ന വേറെ പലരും ഉണ്ടായിരുന്നു. വേറെ ഒത്തിരി സ്ത്രീകള്, വേറെ ഒത്തിരി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അഹശ്വരീസ് രാജാവിന്റെ കാര്യമൊക്കെ നമ്മളിവിടെ വായിക്കുന്നു. അഹശ്വരീസ് രാജാവിന് രാജ്ഞിയാവാൻ വേണ്ടി ഈ എസ്തറിനെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു കാര്യം വരുമ്പം എസ്തറിന്റെ ഒരുക്കവും ബാക്കിയുള്ള ലോകക്കാരായിട്ടുള്ള അവരുടെ ഒരുക്കവും തമ്മിലുള്ള വ്യത്യാസം. എസ്തറിന്റെ ഒരുക്കം ദൈവഭയമുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു ഒരുക്കവും ദൈവഭയം ഇല്ലാത്ത ബാബിലോണിയൻ ജസബലിക് ഒരുക്കങ്ങളും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം നമ്മളിവിടെ എസ്തറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ
5 മുതലുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അതെല്ലാം കൂടെ ഒന്നും വായിക്കുന്നില്ല, മറിച്ച് അതിന്റെ 8ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന രാജാവിന്റെ കൽപ്പനയും എസ്തറിന്റെ പുസ്തകം 2:8 ഒരുക്കത്തിന്റെ കാര്യം, അതായത് മണവാട്ടിയുടെ ഒരുക്കവും പിന്നെന്താ ജസബേലിന്റെ ഒരുക്കവും തമ്മിലുള്ള വ്യത്യാസം. രാജാവിന്റെ കൽപ്പനയും വിധിയും പരസ്യമായപ്പോൾ അനേകം യുവതികളെ ശേഖരിച്ച് ശൂഷൻ രാജസന്നിധിയിൽ ഹെഗായിയുടെ വിചാരണയിൽ ഏൽപ്പിച്ച കൂട്ടത്തിൽ എസ്തേറിനെയും രാജധാനിയിൽ അന്തഃപുരപാലകനായ ഹെഗായിയുടെ വിചാരണയിൽ കൊണ്ടുവന്നു. അപ്പൊ ഹെഗായി എന്ന് പറഞ്ഞൊരാളെ അത് ഒരു കാര്യവിചാരകനായിട്ട് ഈ രാജാവിന് മുമ്പാകെ പോകുവാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ 12ാമത്തെ വാക്യത്തിൽ ഓരോ യുവതിക്കും 12 മാസം സ്ത്രീജനത്തിന് വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്തു കഴിഞ്ഞ ശേഷം 6 മാസം മൂർ തൈലവും 6 മാസം സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മറ്റു വസ്ത്രങ്ങളും കൊണ്ട് അവരുടെ ശുദ്ധീകരണകാലം തികയും എന്നുള്ള കാര്യം. സ്പൈസസ്, കോസ്മെറ്റിക്സ്, ഓയിൽ ഓഫ് മിർ, സ്പൈസസ്, കോസ്മെറ്റിക്സ്, അത് 3 കാര്യങ്ങൾ നമ്മളവിടെ വായിക്കുന്നത്. 6 മാസം മൂർ തൈലവും സുഗന്ധവർഗവും മറ്റു വസ്തുക്കളും കൊണ്ട് അവരുടെ ശുദ്ധീകരണകാലം തികയും. ഓരോരുത്തിക്ക് ഹേസുരസ് രാജാവിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ മുറ വരുമ്പോൾ ഓരോ യുവതി രാജസന്നിധിയിൽ ചെല്ലും. അന്തപുരത്തിൽ നിന്ന് 13ാമത്തെ വാക്യം, അന്തപുരത്തിൽ നിന്ന് രാജധാനിയോളം തന്നോടുകൂടെ കൊണ്ടുപോകേണ്ടതിന് അവൾ ചോദിക്കുന്ന സകലവും അവൾക്ക് കൊടുക്കും. ഈ യുവതികൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇനിയിപ്പം എവിടെ നിന്നുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ വേണോ, ഇനിയിപ്പം അങ്ങ് നമ്മൾ പറയുമ്പോൾ അങ്ങ് ഉഗാണ്ടയിൽ നിന്നോ അല്ലെങ്കിൽ അന്റാർട്ടിക്കയിൽ നിന്നോ ഇനിയിപ്പോൾ ഏതെങ്കിലും വേണമെന്ന് പറഞ്ഞാലും അതും കൊണ്ട് കൊടുക്കാൻ ഇവിടെ രാജാവിന്റെ ആൾക്കാരുണ്ട്. എവിടെന്നെങ്കിലും എനിക്ക് ഇന്ന ബ്രാൻഡ് കോസ്മെറ്റിക് വേണം, ഇന്ന ലിപ്സ്റ്റിക് വേണം, ഇന്ന ലിപ് ബാം വേണം, ഇന്ന ഏതാണ്ടൊക്കെയോ ഒരു പറയും ഹെയർ ലൈനറോ ഏതാണ്ടൊക്കെ കുറെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല, ഏതാണ്ടൊക്കെ ഇത് വേണം, ഇന്നത് വേണം എന്ന് പറയുന്ന അതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എന്ത് വേണമെങ്കിലും, അതായത് ഇന്നത്തെ ഭാഷ പറഞ്ഞ ഇന്ന ആപ്പിൽ പോയി ഇത് സെലക്ട് ചെയ്യാം, ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം, ഏത് വേണം എന്ന് കുത്തിയാൽ മതി, അതെല്ലാം ഇവിടെ എത്തും. ഇതുപോലുള്ള എല്ലാം ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. എന്താ നമ്മളെ 15ാമത്തെ വാക്യത്തിലെ എസ്തറിനെ കുറിച്ച് വായിക്കുന്നത് എന്താ? എന്നാൽ മൊർദെഖായി തനിക്ക് മകളായിട്ട് എടുത്തിരുന്ന അവന്റെ ചിറ്റപ്പൻ അബീഹയിലിന്റെ മകളായ എസ്തേറിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറ വന്നപ്പോൾ when her turn came, അവൾ രാജാവിന്റെ ഷണ്ണനും അന്തപുരപാലകനുമായ ഹെഗായി പറഞ്ഞത് മാത്രമല്ലാതെ, ആ ഹെഗായിയുടെ കസ്റ്റഡിയിൽ, ഹെഗായിയുടെ കാര്യവിചാരണയിലാണ് ഉള്ളത്. അപ്പൊ ഹെഗായി പറഞ്ഞു എനിക്ക് മേലുള്ള ഒരു അധികാരം, ആ ഹെഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. എനിക്ക് എക്സ്ട്രാ അത് വേണം, എനിക്ക് എക്സ്ട്രാ ഇത് വേണം, എനിക്ക് അത് വേണം, ഇത് വേണം, ഒന്നും പറഞ്ഞില്ല. എന്നാൽ എസ്തറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നി. 17ാമത്തെ വാക്യം, രാജാവ് എസ്തറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ച കാര്യവും. അത് കഴിഞ്ഞിട്ട് രാജാവ് എസ്തറിനെ തന്നെ രാജ്ഞിയായിട്ട് തെരഞ്ഞെടുക്കുന്ന കാര്യമൊക്കെ നമ്മൾ വായിച്ചു. ആ ഒരു ദൈവമുമ്പാകെയുള്ള ഒരു വിശുദ്ധാലങ്കാരവും ബാക്കിയുള്ള ലോകക്കാരെ പോലെയുള്ള ബ്യൂട്ടി പിടിപ്പിക്കലും എന്തൊക്കെയോ മോടി പിടിപ്പിക്കലും കാര്യങ്ങളും ഒക്കെ അതൊക്കെ അങ്ങനെയുള്ള ഒരുക്കങ്ങൾ നമ്മൾ അങ്ങേ ആഴ്ച 1 പത്രോസിലെ ആ വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു. ഡീറ്റെയിൽഡ് ആയിട്ട് ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. യെശയ്യാവിന്റെ പുസ്തകത്തില് യെരുശലേം പുത്രിമാരുടെ ഒരുക്കത്തെ കുറിച്ചും ഒക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ദൈവത്തിന് എത്ര അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണെന്നുള്ള കാര്യമൊക്കെ യെശയ്യാവ് 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ സിയോൻ പുത്രിമാരുടെ മേലുള്ള ന്യായവിധി യെരുശലേം, അതായത് യെശയ്യാവ് 3-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യഹോവ പിന്നെ അരുളി ചെയ്യുന്നത് എന്തെന്നാൽ, സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്തു നീട്ടിയും എറുകണ്ണിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തിത്തത്തി നടക്കുകയും ദൈവാത്മാവ് എത്ര ഈ തത്തിത്തത്തി ഇങ്ങനെ എന്തോ കാറ്റ് വാക്ക് എന്നൊക്കെ തോന്നുന്നു, മൂൺ വാക്കോ കാറ്റ് വാക്കോ എന്താണ്ടൊക്കെ പറയും, ഏതാണ്ടൊക്കെ പോലെയൊക്കെ ഇങ്ങനെ ഓരോ സ്റ്റൈലിലൊക്കെ ഉള്ള നടത്ത്, സെഡക്റ്റീവ് ഐസ്, ഹെഡ്സ് ഹൈൽഡ് ഹൈ, ഗോ അലോങ് വിത്ത് മിൻസിങ് സ്റ്റെപ്സ് ആൻഡ് ടിങ്കിൾ ദ ബാംഗിൾസ് ഓൺ ദ ഫീറ്റ്, കാൽ കൊണ്ട് ചിലമ്പുലി കേൾപ്പിക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ മറ്റുള്ളവരുടെ അട്രാക്ഷൻ അത് പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ള ചില നടത്തും ചില നോട്ടങ്ങളും ഭാവങ്ങളും ഏതാണ്ടൊക്കെ പോലെയൊക്കെയുള്ള സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ കാണിച്ച് ഉള്ള കാര്യങ്ങള്. അപ്പൊ തത്തി നടക്കുന്നതൊക്കെ ആര് കാണുന്നുണ്ട്? യഹോവയെ ദൈവം കാണുന്നുണ്ട്. ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിമാരുടെ നെറുകയ്ക്ക് ചൊറി പിടിപ്പിക്കും. യഹോവ അവരുടെ ഗുഹ്യപ്രദേശങ്ങളെ നഗ്നമാക്കും. അന്ന് കർത്താവ് അവരുടെ കാൽച്ചിലമ്പുകളുടെ അലങ്കാരം, അവരുടെ ഈ ബ്യൂട്ടി
ബ്യൂട്ടി ഷോക്കേസ് എല്ലാം കൂടെ പറയുന്നുണ്ട്. അവിടെ എന്തൊക്കെയാ ഉള്ളത്, നെറ്റിപ്പട്ടമൊക്കെ ഉണ്ട്. ആനയ്ക്ക് മാത്രമേ നെറ്റിപ്പട്ടം നമ്മൾ വിചാരിച്ചു, പക്ഷെ ഇവർക്കും നെറ്റിപ്പട്ടമൊക്കെ ഉണ്ട്. അത് ഹെഡ് ഡ്രസ്സസ് എന്നൊക്കെ അതിന്റെ 19ാമത്തെ വാക്യത്തില് അതെ, വെയിൽസ് ഹെഡ് ഡ്രസ്സസ്. അപ്പം നെറ്റിപ്പട്ടം, കാൽച്ചിലമ്പുകളുടെ അലങ്കാരം, അവരുടെ നെറ്റിപ്പട്ടം, ചന്ദ്രക്കല, കാതില, കടകം, കവണി, തലപ്പാവ്, കാൽത്തള, പട്ടുകച്ച, പരിമളപ്പെട്ടി, തകിടുകൂട്ട്, തകിട്ടുകൂട്ട്, മോതിരം, മുക്കൂത്തി, ഉത്സവവസ്ത്രം, മേലാട, ശാൽവ, ചെറുസഞ്ചി, ദർപ്പണം, എന്താ ക്ഷോമപടം, അങ്ങനെയല്ലേ, ക്ഷോമപടം, കല്ലാവ്, മൂടുപടം എന്നിവ നീക്കിക്കളയും. ഇതെല്ലാം കൂടെ കർത്താവ് എടുത്ത് നീക്കിക്കളയുന്ന പറയുന്നത്. അപ്പൊ ഏഷ്യാവ് എത്ര പാടുപെട്ടായിരിക്കും ഇതെല്ലാം കൂടെ കണ്ടുപിടിച്ച് ഓരോന്നും എന്ന് എഴുതി വെക്കുന്നത്. ഇതെല്ലാം എന്തൊക്കെയാ ഇവർ ഉപയോഗിക്കുന്നത്, ഇതെല്ലാം എടുത്ത് നീക്കപ്പെടും എന്നുള്ള കാര്യം. ഇവരുടെ എന്താണ് ബ്യൂട്ടി ഷോക്കേസും കാര്യങ്ങളൊക്കെ നീക്കപ്പെടും. അപ്പോൾ സുഗന്ധത്തിന് പകരം ദുർഗന്ധവും, അരക്കച്ചയ്ക്ക് പകരം കയറും, പുരുകുഴലിന് പകരം പുരുകുഴല്, അതെ, ഇൻസ്റ്റെഡ് ഓഫ് എ, അതെ, വെൽസെറ്റ്, പുരുകുഴലിന് പകരം കഷണ്ടിയും, അതാ, ഇൻസ്റ്റെഡ് ഓഫ് വെൽസെറ്റ് ഹെയർ എ പ്ലഗ്ഡ് ഔട്ട് സ്കാൽപ്പ്. അതെ, പുരുകുഴല്, വെൽസെറ്റ് ഹെയർ, നന്നായിട്ട് ഈ മുടിയുടെ വലിയതൊക്കെ പകരം കഷണ്ടിയും, ഉടയാടയ്ക്ക് പകരം രട്ടും, സൗന്ദര്യത്തിന് പകരം കരിവാളിപ്പും ഉണ്ടാകും. ഇന്ന് കോസ്മെറ്റിക് സർജറി ഒക്കെ നടത്തി ഓരോ കോംപ്ലിക്കേഷൻസുമായിട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആരെയും കല്ലെറിയാനല്ല, എന്നാൽ എന്തൊക്കെയോ എന്തൊക്കെയോ ഏതാണ്ടൊക്കെ രീതിയിൽ ഉള്ള പല എന്തൊക്കെയോ സർജറിയോ മോടി പിടിക്കലോ ഒക്കെ നടത്തി അവസാനം ആള് തന്നെ തട്ടിപ്പോകുന്ന രീതിയിലുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പകരം കഷണ്ടിയും, ഉടയാടയ്ക്ക് പകരം രട്ടും, സൗന്ദര്യത്തിന് പകരം കരിവാളിപ്പും ഉണ്ടാകും. നിന്റെ പുരുഷന്മാർ വാളിനാലും നിന്റെ വീരന്മാർ യുദ്ധത്തിലും വീഴും. അതിന്റെ വാതിലുകൾ വിലപിച്ച് ദുഃഖിച്ചു, അത് ശൂന്യമായി നിലത്ത് കിടക്കും. അപ്പൊ ആ യെശയ്യാവ് 3-ാം അധ്യായത്തിന്റെ 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളെല്ലാം ഈ ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ മേലുള്ള ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇന്ന് ദൈവത്തിന് മുമ്പാകെയുള്ള വിലയുള്ള കാര്യം മീക്ക് ആൻഡ് ജെന്റിൽ സ്പിരിറ്റ്, മീക്ക് ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ് ആണ്. ഒരു ശാന്തതയും ശാന്തതയും സാവധാനതയുള്ള ഒരു ആത്മാവ്, സൗമ്യതയും സാവധാനതയുള്ളതെന്നാണ് മീക്ക് ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ്. സൗമ്യതയും സാവധാനതയുള്ള ഒരു ആത്മാവ്, സാവധാനതയുള്ള മനസ്സെന്ന് തെറ്റായിട്ടുള്ള ട്രാൻസ്ലേഷന് അവിടെ ന്യൂമ, ആത്മാവെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. എന്നാൽ പരിശുദ്ധാത്മാവ് അതുപോലുള്ള ഒരു ആത്മാവ് നമുക്ക് തരുമ്പോൾ നമ്മുടെ ആത്മമനുഷ്യനിലെ ശാന്തതയും സാവധാനതയും സൗമ്യതയൊക്കെ വരുമ്പോൾ അത് നമ്മളുടെ മനസ്സിലും നമ്മുടെ ദേഹിയുടെ തലത്തിലും അതെല്ലാം അത് റിഫ്ലക്ട് ചെയ്യുമല്ലോ. അപ്പൊ അത് മീക്ക് ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ്, 1 പത്രോസ് 3:4, സൗമ്യതയും സാവധാനതയുള്ള മനസ്സ് അല്ലെങ്കിൽ ആത്മാവ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ. ദൈവത്തിന്റെ കണ്ണിലെ വിലപ്പെട്ട കാര്യങ്ങളാണോ, അതാണോ നമ്മളുടെ ഇന്ന് ഒരുക്കമായിട്ടുള്ളത്? നമുക്ക് അതൊരു അലങ്കാരമായിട്ടുണ്ടോ? കർത്താവിന്റെ സ്വഭാവമാണ് നമ്മുടെ അലങ്കാരം, ആ സൗമ്യതയും സാവധാനതയുള്ള ആത്മാവ്. കർത്താവ് തന്നെ നോക്കി പഠിക്കാൻ പറഞ്ഞത് എന്താ? ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിൽ എന്നിൽ നിന്ന് പഠിപ്പിൻ, മത്തായി 11:29. അപ്പൊ അങ്ങനെ കർത്താവിൽ നിന്ന് പഠിച്ച് കർത്താവിന്റെ അലങ്കാരം നമുക്ക് അലങ്കാരമായി തീരണം. അങ്ങനെ അലങ്കരിച്ചിട്ടുള്ള അത് നമ്മൾ തിരിച്ച് കറണ്ട് ലൊക്കേഷൻ തിരിച്ച് വെളിപാട് 21:2 വന്നു. വെളിപാട് 21:2, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നാണ് ഈ ഒരുക്കമൊക്കെ എവിടെ നടക്കുന്നത്? ബ്യൂട്ടി പാർലറിലല്ല, മറിച്ച് ദൈവസന്നിധിയിലാണ്. സ്വർഗത്തിൽ നിന്ന്, ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. യഥാർത്ഥത്തില് നമ്മൾ പല ട്രയൽസിലൂടെ പോകുമ്പം, പല പ്രതിസന്ധികളിലൂടെ, പ്രയാസത്തിലൂടെ, പല വീഴ്ചകളിലൂടെ, പല ഞെരുക്കങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ അവിടെ കർത്താവെ എന്റെ ഇഷ്ടം പോലെ അല്ല, അവിടുത്തെ ഇഷ്ടം പോലെ അവിടുത്തെ ഇഷ്ടം പോലെ എത്രയെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞ് നമ്മളെ സ്വർഗസന്നിധിയിലേക്ക് കൊണ്ടുപോകും. സ്വർഗസന്നിധിയിലെ കർത്താവിന്റെ ആ തേജസ്സുള്ള പൊന്മുഖത്തെ കണ്ട്, മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ട് അതേ സ്വരൂപത്തോട് നമ്മൾ അനുരൂപപ്പെടുന്നതാണ് ഈ ബ്യൂട്ടിഫിക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതാണ് സൗന്ദര്യം, അതാണ് ഈ മണവാട്ടിയുടെ ഒരുക്കം. അവള് നീതി പ്രവർത്തികളാൽ തന്റെ മണവാട്ടി വസ്ത്രം തുന്നുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ആ വെളിപാട് 19:8 വാക്യമൊക്കെ നമ്മൾ വായിച്ചു. അവളുടെ കറയും ചുളുക്കവും ഒക്കെ മാറ്റി മണവാളൻ തനിക്ക് മുൻനിർത്തുന്ന ആ ഒരു വചനമാകുന്ന ജലം വെച്ച് അവളെ കഴുകുന്ന കാര്യങ്ങളൊക്കെ എഫീസർ 5:25-26 വാക്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞതിന്റെ അങ്ങാഴ്ചയൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ അങ്ങനെയുള്ള കർത്താവിന്റെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ, കർത്താവ് നമ്മളെ അതുപോലെ ആത്മസൗന്ദര്യമുള്ളവരാക്കുവാൻ, കർത്താവ് ഏറ്റവും
വെമ്പുന്ന ഒരു മണവാളനാണ്. എന്നാൽ നമ്മൾ എത്രമാത്രം അതിന് വിധേയപ്പെട്ട് കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തില് നമ്മള് കർത്താവേ, അവിടുന്ന് എൻ്റെ ആത്മാവിനെ ഏറ്റവും അവിടത്തേക്ക് സൗന്ദര്യമുള്ളതാക്കി തീർക്കണമേ, അവിടത്തേക്ക് ഏറ്റവും പ്രസാദകരമാക്കി തീർക്കണമേ. അവിടുത്തെ സ്വഭാവം പോലെ, അവിടുത്തെ ആ കൃപയും സത്യവും നിറഞ്ഞ ആ സ്വഭാവം പോലെ, ആ ഒരു താഴ്മയോടെ, സ്നേഹത്തോടെ, മനസ്സലിവോടെ, എന്നാ പാപത്തിനെതിരെയും പാരമ്പര്യത്തിനെതിരെയൊക്കെയുള്ള ഒരു കാർക്കശ്യത്തോടെ, അങ്ങനെയുള്ള അവിടുത്തെ ആ ദിവ്യ സ്വഭാവം കർത്താവെ, അതിന്റെ സർവ്വസമഞ്ജസമായിട്ട്, അത് വെൽ ബാലൻസ്ഡ് ആയിട്ട് കർത്താവെ, അങ്ങേ പോലെ വളരുവാനും അങ്ങേ പോലെ ആയിത്തീരുവാൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഒരുങ്ങുന്ന മണവാട്ടി അന്ന് സ്വർഗത്തിൽ നിന്ന്, അതായത് ഇപ്പം വെഡിങ് സെറമണിയിലെ കാറിൽ നിന്ന് വന്ന് ഇറങ്ങുന്നെന്നോ അല്ലെങ്കിലും ബ്രൈഡൽ റൂമിൽ നിന്ന് വന്ന് ഇറങ്ങുന്നെന്ന് പറയുന്നത് പോലെ, സ്വർഗത്തിൽ നിന്ന് ഈ മണവാട്ടി അന്ന് അന്ന് യഥാർത്ഥത്തിൽ അവളുടെ തേജസ് സർവ്വലോകത്തിനും അത് കാണാവുന്ന തരത്തിലാകും. സിംഹാസനത്തിൽ ഒരു മഹാശബ്ദം, അത് മൂന്നാമത്തെ വാക്യം. നമ്മളിപ്പം നമ്മള് സാക്വന ബ്രദറിന്റെ അന്തിമവിജയം പുസ്തകത്തിന്റെ 21-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം രാജു ബ്രദർ ഇപ്പൊ പോർഷൻ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ജേക്കബ് ബ്രദർ വായിക്കുമായിരുന്നു. വാക്യം 3: സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും എന്നും എന്നും മനുഷ്യരോടൊപ്പം വസിപ്പാനായിരുന്നു ദൈവത്തിന്റെ താല്പര്യം. ഒടുവിൽ അവിടുത്തെ ആഗ്രഹം നിറവേറുകയാണ്. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് ഇരിപ്പിൻ. അശുദ്ധമായത് ഒന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് 2 കൊരിന്ത്യർ 6:18 ദൈവം അരുളി ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ദൈവം മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്നതിന് വ്യവസ്ഥയുണ്ട്. അശുദ്ധമായ എല്ലാത്തിൽ നിന്നും നാം വേർപെട്ടിരിക്കണം. നമ്മള് വെളിപാട് 21-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, സിംഹാസനത്തിൽ ആരാ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നദിയും ഒക്കെ സിംഹാസനത്തിലാണെന്നുള്ള കാര്യം വെളിപാട് 22-ന്റെ 1-ാമത്തെ വാക്യത്തില്, വീതിയുടെ നടുവിൽ, വെളിപാട് 22-ാം അധ്യായം, അടുത്ത അധ്യായം, അവസാനത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ, വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളങ്ക് പോലെ ശുഭമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. അപ്പം പിതാവിന്റെ പുത്രന്റെ നടുക്ക് നിന്ന് അവിടെ ഒരു നദിയായിട്ട് പരിശുദ്ധാത്മാവും, ത്രിയേക ദൈവം. ഇന്ന് ത്രിയേക ദൈവവും ഇല്ല, ഒരു ദൈവം ഒരു വ്യക്തിയാണെന്നൊക്കെ പറയുന്നുള്ളത് ഒരു ഉപദേശക്കാരൊക്കെ ഉണ്ട്. യേശു നാമക്കാരെന്നോ ഇതാണ്ട് നാമക്കാരെന്നോ ഒക്കെ അവർ പറയും. എന്നാൽ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, സിംഹാസനത്തിൽ നിന്ന് നമ്മൾ തിരിച്ച് വെളിപാട് 21-ന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് എത്തി. വെളിപാട് 21-ന്റെ 3-ാമത്തെ വാക്യം, സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇത് മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ആ കൂടാരം എന്നുള്ള വാക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വാക്കാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സമാഗമന കൂടാരം, ടാബർനാക്കിൾ. ബിഹോൾഡ് ദ ടാബർനാക്കിൾ ഓഫ് ഗോഡ് ഇസ് അമംഗ് മെൻ എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നത്. അവൻ അവരോടുകൂടെ വസിക്കും. അതായത് കർത്താവ് ദൈവം, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവും ദൈവം നമ്മുടെ കൂടെ, അവരോടുകൂടെ, തന്റെ ജനത്തിന്റെ കൂടെ, തന്റെ മണവാട്ടിയുടെ കൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും എന്നുള്ളൊരു കാര്യം. ഗോഡ് ഹിംസെൽഫ് വിൽ ബി എമംഗ് ദം എന്നുള്ളൊരു കാര്യം. പക്ഷെ ദൈവത്തിന്റെ എന്നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു മനുഷ്യരുടെ കൂടെ വസിക്കുക എന്നുള്ളൊരു കാര്യം. അത് ദൈവത്തിന് പൊടുന്നതിന് പെട്ടെന്നൊരു ആഗ്രഹം ഉണ്ടായതല്ല, മറിച്ച് നിത്യകാലം ദൈവം എല്ലാ സൃഷ്ടിക്കും മുമ്പേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാത്രമായിരുന്ന സമയത്ത് തന്നെ ദൈവം കൂട്ടായ്മ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. സ്നേഹം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന സ്നേഹമാണ് ദൈവം സ്നേഹമാകുന്നു എന്ന് 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 8-16 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1 ജോൺ 4:8-16 ദൈവം സ്നേഹമാകുന്നു. ഗോഡ് ഇസ് ലവ്. ദൈവം സ്നേഹമാണെങ്കിൽ ആ സ്നേഹം പകരപ്പെടണം. അതുകൊണ്ട് ദൈവം ഏക വ്യക്തി അല്ല എന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം, നമ്മൾ പറഞ്ഞാൽ ഇല്ലെങ്കിലും ദൈവം 3 വ്യക്തിയാണ്. പക്ഷെ നമുക്കത് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പത്തിന്
ദൈവം ഏക വ്യക്തിയായിരുന്നെങ്കിൽ ദൈവം സ്നേഹമാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ദൈവം നിത്യമായിട്ടും സ്നേഹമാണ്. എല്ലാ സൃഷ്ടിപ്പിന് മുമ്പേയും ദൈവം സ്നേഹമായിരിക്കണം. എല്ലാ സൃഷ്ടി ദൂതന്മാരെയും മനുഷ്യരെയും എല്ലാം സൃഷ്ടിക്കുന്നതിനെല്ലാം മുമ്പ് ദൈവം സ്നേഹമാണെങ്കിൽ, ദൈവം ഒരാളെ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ പിന്നെ സ്നേഹത്തിന് സ്നേഹം ആവണമെങ്കിൽ അത് പകരപ്പെടുന്ന ഒന്നായിരിക്കണം. അപ്പം അതിനർത്ഥം തന്നെ ദൈവം ഒന്നിൽ കൂടുതൽ വ്യക്തിത്വങ്ങളുണ്ട് എന്നുള്ള കാര്യം അതിൽ നിന്ന് ഉള്ള സൂചന. അപ്പം ആ സ്നേഹമാകുന്ന ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉള്ള ആ ഒരു കൂട്ടായ്മ നിത്യത മുതൽക്ക് എല്ലാ സൃഷ്ടിക്ക് മുമ്പേ ഉണ്ടായിരുന്നു. ആ കൂട്ടായ്മ ആ സ്നേഹം നിറഞ്ഞു കവിഞ്ഞൊഴുകുമ്പോൾ തങ്ങളുടെ ഈ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ആ, മനുഷ്യരെ സൃഷ്ടിക്കണം. അവരിലെ ആ, അവരിലെ ആ, ദൈവത്തിൻ്റെതായിട്ട് അവർക്ക് ഒരു തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് ദൈവം കൊടുക്കും. എന്നാൽ ദൈവത്തിനായിട്ട് പൂർണ്ണമായിട്ടും തിരഞ്ഞെടുക്കുന്നവരെ തനിക്കായിട്ട് വേർതിരിച്ച് അവരുടെ കൂടെ തനിക്ക് വസിക്കണം. തൻ്റെ ജനത്തിന്റെ കൂടെ, എല്ലാവരുടെയും കൂടെ, എല്ലാ മനുഷ്യരുടെയും കൂടെ ദൈവം വസിക്കുന്നില്ല. എന്നാൽ തൻ്റെ ജനത്തിന്റെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്. നമ്മള് ആദാമിനെ അവയെയും സൃഷ്ടിച്ച ആദ്യം തന്നെ എന്താ ദൈവം ചെയ്തതെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്താ ഉൽപ്പത്തി 1-ാം അധ്യായം 2-ാം അധ്യായത്തിൽ നമ്മൾ എന്താ വായിക്കുന്നത്? 6-ാമത്തെ ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. 6-ാമത്തെ ദിവസം തന്നെ മൃഗങ്ങളെയും സൃഷ്ടിച്ച്, മൃഗങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷം 6-ാം ദിവസത്തിന്റെ 2-ാമത്തെ പകുതിയിലെ മനുഷ്യനെ സൃഷ്ടിച്ച്. അപ്പൊ എത്രയോ മൃഗജാതികളെ എല്ലാം സൃഷ്ടിച്ചു. എന്നാൽ അതിനുശേഷം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് 7-ാമത്തെ ദിവസം തുടങ്ങുക. എന്നുവെച്ചാൽ 7-ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ വൈകുന്നേരം 6 മണിയാകുമ്പോഴത്തേക്കും യഹൂദന്മാരെ സംബന്ധിച്ചുള്ള 6 മണിക്കാണ് അടുത്ത ദിവസം തുടങ്ങുന്നത്. അപ്പൊ 7-ാമത്തെ ദിവസം തുടങ്ങിയായി. അപ്പൊ ആ 7-ാമത്തെ ദിവസം എന്താ സംഭവിച്ചത്? 7-ാമത്തെ ദിവസം ദൈവം അവരോടൊപ്പം വസിച്ചു. ആദാമിനോടും അവയോടൊപ്പം ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ ഒരു കൂട്ടായ്മ. ദൈവം വിശ്രമിച്ചു, ദൈവം നിവർത്തനായി എന്നൊക്കെ നമ്മൾ സത്യവേദ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. നിവർത്തനായി എന്നൊക്കെ വായിക്കുമ്പോൾ എന്ത് ഈ പറയുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നും നമുക്ക്. പക്ഷെ ഇംഗ്ലീഷ് എടുത്ത് നോക്കിയാൽ ഇപ്പം പണ്ടൊക്കെ നമ്മള് ഇംഗ്ലീഷിലൊരു പദത്തിന്റെ അർത്ഥം അറിയാതെ ഡിക്ഷണറി എടുത്ത് നോക്കുമ്പോൾ മലയാളം നോക്കുക. ഇവിടെ സത്യവേദ പുസ്തകം കുറച്ച് പഴയ മലയാളം ആയതുകൊണ്ട് നിവർത്തനായി എന്നുള്ളതിന്റെ അർത്ഥം അറിയാൻ വേണ്ടി ഇംഗ്ലീഷ് എടുത്ത് നോക്കുമ്പോൾ റെസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. ദൈവം വിശ്രമിച്ചു. സെബത്ത് എന്നുള്ള വാക്ക്, സബത്ത്, എബ്രായ ഭാഷയിലെ സബത്ത് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. റെസ്റ്റ്, വിശ്രമം. ദൈവം വിശ്രമിച്ചു. അപ്പം ദൈവം ആദാമിനോടും അവയോടും കൂടെ വിശ്രമിച്ചു. അതായത് ഒരു കുഞ്ഞിനെ പ്രസവിച്ച അമ്മ കുഞ്ഞിന്റെ കൂടെ വിശ്രമിക്കുന്നത് പോലെ ആദാമിനെ അവയെ ഉരുവാക്കി ആ യുനോ മനുഷ്യനോടൊപ്പം വിശ്രമിക്കുന്ന, മനുഷ്യനോടൊപ്പം ഉള്ള ഒരു കൂട്ടായ്മ. അത് ദൈവം നിത്യത മുതൽക്കേ ആഗ്രഹിച്ച വലിയൊരു കാര്യമാണ്. തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുള്ള മനുഷ്യന് അവരോടുള്ള കൂട്ടായ്മ. അതായത് ഇപ്പോ ഒരു ഉറുമ്പ് ഇതിലേ കൂടെ നടന്നു പോവുകയാണെങ്കിൽ ഉറുമ്പിനോട് എനിക്ക് എത്ര സ്നേഹം ഉണ്ടെങ്കിലും ഉറുമ്പെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഉറുമ്പ് പേടിച്ച് ഈ രാക്ഷസ രൂപമുള്ള മനുഷ്യൻ എന്താ എന്നോടൊക്കെ പറയുന്നുണ്ട്, എന്നെ ഇനി കൊല്ലാൻ വരും, ഉറുമ്പ് തിരിഞ്ഞോടും എന്ന് പറയുന്നവര് എന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുള്ള എന്ന് നമ്മുടെ കുഞ്ഞുമക്കളോട് പറയുമ്പോൾ, കൊച്ചു കുഞ്ഞാണെങ്കിൽ അതിന് ഇപ്പം ജനിച്ച ശിശുക്കളായാലും അതിനെ താലോലിക്കുമ്പോൾ അതിന് മനസ്സിലാവോ എന്തോ സ്നേഹമുള്ളതാ. അച്ഛനമ്മയും ദേഷ്യപ്പെടുവോ എന്തെങ്കിലും വഴക്ക് പറയുമ്പോൾ കൊച്ചു കിടന്ന് കരയും. എന്തെങ്കിലും സ്നേഹമായിട്ട് ലാളിക്കുമ്പോൾ അതിന് കുഞ്ഞിന് മനസ്സിലാവും ആ സാദൃശ്യത്തിലും സ്വരൂപത്തിലും. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം നമ്മളെ ഓരോരുത്തരെയും, ഓരോ മനുഷ്യജീവിയെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അത് ഇത്ര അംഗവൈകല്യമുള്ളവരാവട്ടെ, ബുദ്ധി കുറവോ കൂടുതലോ ഉള്ളവരാവട്ടെ, ഏത് വർഗ, വർണ്ണ, ലിംഗ, ജാതി, മത ഭേദമന്യേ കർത്താവ് സൃഷ്ടിച്ച എല്ലാ മനുഷ്യരും എല്ലാവരും ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും. അതുകൊണ്ട് നമ്മള് ചിലർക്ക് ലുക്ക് കുറഞ്ഞു പോയി, ചിലർക്ക് ലുക്ക് കൂടിപ്പോയി എന്നൊക്കെ അത് മനുഷ്യരുടെ അസസ്മെന്റാണ്. എന്നാൽ ദൈവത്തിന്റെ കണ്ണിലെല്ലാം ഏറ്റവും ഭംഗിയുള്ള കാക്കയ്ക്കും പെൺകുഞ്ഞ് എന്ന് പറഞ്ഞ പോലെ സൃഷ്ടാവായ ദൈവത്തിന് നമുക്ക് ചിലപ്പോൾ തോന്നിയോ എനിക്ക് അത്ര ലുക്ക് പോരാ, എനിക്ക് നിറം കുറച്ചുകൂടെ വേണമായിരുന്നു, എനിക്ക് കുറച്ച് എന്റെ ഫേസ് കുറച്ചുകൂടെ ഒന്ന് മിനുങ്ങണമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ നീളം വേണമായിരുന്നു, കുറച്ചുകൂടെ വണ്ണം കുറയണമായിരുന്നോ കൂടണമായിരുന്നോ, മുടി നീളണമെന്നോ ചുരുളണമെന്നോ ഒക്കെ പറഞ്ഞ് നമുക്ക് പല ഡിമാൻഡുകളും കാര്യങ്ങളൊക്കെ കാണുന്ന ദൈവത്തിന് അത് ഏറ്റവും തന്റെ കാക്കയ്ക്കും തൻകുഞ്ഞും പൊൻകുഞ്ഞും എന്ന് പറയുന്ന പോലെ ദൈവത്തിന് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളുള്ള കൂട്ടായ്മ അതാണ് നമ്മളോട് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മളിപ്പം വായിക്കുന്ന ഉൽപ്പത്തിയിൽ നമ്മുടെ നേരെ വെളിപാടിലേക്ക് വരുമ്പം ദൈവത്തിന്റെ ആഗ്രഹം അങ്ങനെ അവരോടുള്ള കൂട്ടായ്മയിൽ കഴിയണമെന്നായിരുന്നു. അവരെ തോട്ടത്തിലേക്ക് പറഞ്ഞു വിട്ടു. സാത്താന് ഒരുപക്ഷെ അടുത്ത ദിവസം തന്നെ അവര് വന്ന് വഞ്ചിച്ച്, സാത്താൻ അങ്ങനെ സമയം കളയുന്ന കൂട്ടത്തിലല്ല. അപ്പൊ അതുകൊണ്ട് സാത്താന് ഒരുപക്ഷെ അടുത്ത ദിവസം തന്നെ അവര് വന്ന് വഞ്ചിച്ച് പാപക്കുഴിയിലാക്കി അവര് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. ഏദൻ തോട്ടത്തിൽ ആദ്യം ഈ
ഈ ലൂസിഫർ എന്ന് നമ്മൾ അറിയപ്പെടുന്ന സാത്താൻ ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്ന കാര്യമൊക്കെ നമ്മൾ എഹെസ്കേൽ 28 അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പം ആ ഏദൻ തോട്ടത്തിൽ ദേ ഇപ്പം എന്റെ സ്ഥാനത്ത് ദേ വേറെ ആദാമിനെ അവയെന്നും പറഞ്ഞ് രണ്ട് എണ്ണങ്ങളെ സൃഷ്ടിച്ചു വെച്ചേക്കുന്നു. ഞാനിനി ഇവരെ എങ്ങനെയെങ്കിലും അവിടുന്ന് പുറത്താക്കണം എന്ന് കച്ച കെട്ടി തിരിച്ച് സർപ്പത്തിന്റെ രൂപത്തില്, തന്ത്രത്തില്, ഉപായത്തില് വന്ന് അവരെ പറ്റിച്ച് അവരെ ഏതെങ്കിലും ഇവിടുന്ന് പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്ന സാത്താന്റെ പദ്ധതിയൊക്കെ നമ്മളവിടെ കാണുന്നു. അങ്ങനെ യുനോ അങ്ങനെ ദൈവം വീണ്ടും ഈ മനുഷ്യരാശിയോട് എങ്ങനെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, എങ്ങനെങ്കിലും ആശയവിനിമയം നടത്താൻ ആഗ്രഹിക്കുന്നു. ആദാമിന്റെ സന്തതി പരമ്പരയിൽ തന്നെ ഹാബീല് ദൈവത്തോടുള്ള ഒരു മനസ്സുള്ള ഒരുവനായിരുന്നു. എന്നാൽ അവനെ കയ്യിൽ കൊന്നു കളഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നു. അപ്പം ദൈവത്തിന് അപ്പോഴും മനുഷ്യരുള്ള ഒരു കൂട്ടായ്മ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്. അങ്ങനെ കൂട്ടായ്മ ആഗ്രഹിച്ച് നമ്മൾ ഹാബീലിനെ കുറിച്ചും പിന്നീട് ഹാനോക്ക് ദൈവത്തോടു കൂടി നടന്നു, നോഹ ദൈവത്തോടു കൂടി നടന്നതായിട്ടൊക്കെ നമ്മൾ ഉൽപ്പത്തി 5-6 അധ്യായങ്ങളിലൊക്കെ അതൊക്കെ വായിക്കുന്നുണ്ട്. പിന്നീട് ദൈവത്തിന്റെ ഒരു ജനമായിട്ട് ദൈവം എബ്രഹാമിന്റെ സന്തതിയെ തിരഞ്ഞെടുക്കുമ്പം, മോശയെ അവരുടെ ഒരു ലീഡറായിട്ടൊക്കെ തിരഞ്ഞെടുക്കുമ്പം ദൈവം അവരുടെ മധ്യത്തിൽ വസിക്കാൻ ആഗ്രഹിച്ച ആ ദൈവത്തിന്റെ ഒരു സ്നേഹം നമ്മളിവിടെ കാണുന്നുണ്ട്. ഇവിടെ കൂടാരത്തെ കുറിച്ച് നമ്മളിപ്പം വായിച്ചു. നമ്മളിപ്പോ ഇവിടെ വെളിപാട് 21:2 21:3 സിംഹാസനത്തിൽ ഒരു മഹാശബ്ദം പറയുന്നത് ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, ബിഹോൾഡ് ദ ടാബർനാക്കിൾ ഓഫ് ഗോഡ് ഈസ് അമംഗ് മെൻ. ടാബർനാക്കിൾ അത് എവിടുന്ന് വന്നു? ടാബർനാക്കിൾ എവിടുന്ന് വന്നെന്ന് ചോദിച്ചാൽ പുറപ്പാട് ദിവസം 25 നമ്മൾ ടാബർനാക്കിൾ എന്ന് പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ സമാഗമന കൂടാരം എന്നുള്ളൊരു കാര്യം, ഈ കൂടാരത്തിന്റെ കാര്യം മോശ ദൈവത്തോട് കൽപ്പിക്കുന്നത്. അപ്പൊ ആ കൂടാരം എന്തിനു വേണ്ടിയാ? കൂടാരം പുറപ്പാട്, നമ്മുടെ വെളിപ്പാടിൽ നിന്ന് പുറപ്പാടിലേക്ക് പോയാൽ വെളിപ്പാടും പുറപ്പാടും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെങ്കിൽ വെളിപ്പാടിൽ നമ്മൾ പുറപ്പാടിലോട്ട് പോയാൽ എന്താ ഇവിടെ കാണുന്നത്? 25 അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിലെ ദൈവത്തിന്റെ ഒരു ഹൃദയത്തിന്റെ ആലോചന നമ്മളവിടെ കാണുന്നുണ്ട്. ഇന്ത്യൻ ശ്രീകലയുടെ വെഡിങ് ജോജി പേർ കണ്ടക്ട് ചെയ്തപ്പോൾ ഇവിടെ ഈ വീട്ടിലെ അപ്പുറത്തെ ഹോളിലായിരുന്നു ഞങ്ങള്. വലിയൊരു പുരുഷാരം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഉൾപ്പെടെ ഒരു 18 പേരുണ്ടായിരുന്നു. പിന്നെ കോടാനുകൂടി ദൂതന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ജോജി പേർ വചന ശുശ്രൂഷ തുടങ്ങുമ്പോൾ ആദ്യം പറയുന്ന വാക്യം ഈ പുറപ്പാട്, അന്ന് ഈ റെക്കോർഡിംഗ് ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കണമായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് റെക്കോർഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോ പുറപ്പാട് 25-ന്റെ 8-ാമത്തെ വാക്യം ബ്രദർ ആദ്യം വായിച്ച്, ബ്രദർ അത് വളരെ പ്രവചനാത്മകമായിട്ട് വായിച്ചു എന്ന് ഞാൻ പറയണെന്ന് വെച്ചാൽ, ഈ ടാബർനാക്കിൾ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സമാഗമന കൂടാരം വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമായിട്ട് പിന്നീട് അത് കാലാകാലങ്ങളിൽ അതിന്റെ ചില ആഴങ്ങള് മനസ്സുമായിട്ട് ബന്ധപ്പെടുത്തി അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ദൈവം കാണിച്ചു തരികയും നമ്മുടെ ഈ തിരശ്ശീല ചെയ്യുന്ന കാര്യം, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ഞാൻ പലപ്പോഴും പറയുന്നത് ആ ഒരു സമാഗമന കൂടാരം, അതിന്റെ ആ ഒരു മാതൃക, അത് 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 വളരെ ഒരു ആശ്ചര്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു പഴയ നിയമത്തിൽ അതൊരു നിഴലായിരുന്നു, എന്നാൽ പുതിയ നിയമത്തിൽ അതിന്റെ പൊരുള് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാവുന്നത്. അപ്പം അന്ന് അന്ന് ആ സമയത്ത് കല്യാണത്തിന്റെ സമയത്തൊന്നും എനിക്ക് സമാഗമന കൂടാരത്തെ കുറിച്ചൊന്നും അത്ര വലിയ ഐഡിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ സമയത്ത് ദൈവാത്മാവ് പ്രവചനപരമായിട്ട് ജോജി ബ്രദറിലൂടെ ഞങ്ങളുടെ കല്യാണത്തിന് ആദ്യത്തെ ആ വാക്യം തന്നെ ബ്രദർ കോട്ട് ചെയ്യുന്നത് ഈ പുറപ്പാട് 25-ന്റെ 8-ാമത്തെ വാക്യം, ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. ഏതൊരു വിവാഹവും അതിനായിട്ടാണ്. ഭാര്യയുടെയും ഭർത്താവിന്റെയും ഭാര്യയുടെയും നടുവിൽ വസിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്. അതാ യഥാർത്ഥത്തിലുള്ള ഒരു ക്രൈസ്റ്റ് സെന്റേർഡ് ആയിട്ടുള്ള ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതം, ക്രൈസ്റ്റ് സെന്റേർഡ് മാരീഡ് ലൈഫ്. അപ്പം ഞാൻ അവരുടെ നടുവിൽ, അത് വിവാഹ ജീവിതത്തിലാവട്ടെ, നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളും അപ്പനമ്മമാരും എല്ലാം ഉടങ്ങുന്ന കുടുംബത്തിലാവട്ടെ, നമ്മുടെ സഭയിലാകട്ടെ, നമ്മുടെ ദേശത്താവട്ടെ, എല്ലാം ഞാൻ അവരുടെ നടുവിൽ വസിക്കുവാൻ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം, കൺസ്ട്രക്ട് എ സാങ്ച്വറി ഫോർ മീ. സാങ്ച്വറി, മിക്ദാഷ് എന്ന് പറഞ്ഞൊരു എബ്രായ പദ, സേക്രഡ് പ്ലേസ്, വിശുദ്ധ മന്ദിരം അല്ലെങ്കിൽ വിശുദ്ധ സ്ഥലം എനിക്കായിട്ട് ഉണ്ടാക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നത്. അപ്പൊ ദൈവം എന്തിനു വേണ്ടിയാ അത് പറയുന്നത് വെച്ചാൽ, ദാറ്റ് ഐ മേ ഡ്വെൽ അമംഗ് ദം, ഞാൻ അവരുടെ കൂടെ എനിക്ക് വസിക്കണം. അതിനുവേണ്ടിയാ ഈ വിശുദ്ധം, അവരുടെ നടുവിൽ വസിക്കുവാൻ. ഇപ്പൊ ആ ദൈവത്തിന് അങ്ങ് വലിയ ആഗ്രഹം. ഇപ്പൊ ഈ എന്താണ് പറഞ്ഞേ,
വൃദ്ധരായിട്ടുള്ള മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുടെ കൂടെ വസിക്കാൻ ഭയങ്കര ആഗ്രഹം, അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കാൻ, മാതാപിതാക്കളായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കുന്നത് നമുക്കൊരു സന്തോഷമുള്ള കാര്യം. എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ നടുവിൽ നമ്മളോടുള്ള ഒരു കൂട്ടായ്മ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്, ദൈവത്തിന്റെ ഹൃദയത്തിന് വലിയൊരു ആഗ്രഹമായത്. എന്നാൽ അത് പഴയ നിയമത്തിലെ പഴയ നിയമത്തിലെ അതിന്റെ ഒരു നിഴലായിട്ട് ആ സമാഗമന കൂടാരത്തിന് അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ അഗ്നി വന്നിറങ്ങുന്നു, തേജസ് വന്നിറങ്ങുന്നു. അങ്ങനെ ദൈവം ഒരളവിൽ അവരുടെ നടുവിൽ വസിക്കുന്നു. മോശയുടെ ദൈവം മുഖാമുഖം സംസാരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ പുറപ്പാട് 33:11 വായിക്കുന്നുണ്ട്. എങ്കിലും അതൊരു നിഴല് മാത്രമേ ആയിരുന്നുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്ന വണ്ണമുള്ള ഒരു കൂട്ടായ്മയിലേക്കൊന്നും അവർക്ക് വരാൻ സാധിച്ചില്ല. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോഴേ, അയ്യോ ദൈവം ഞങ്ങളോട് സംസാരിക്കണം, മോശം ഞങ്ങളോട് സംസാരിച്ചാൽ മതി. ദൈവത്തിന്റെ ആ ഒരു ഭയങ്കരത്വമൊക്കെ കണ്ട് അവരൊക്കെ പേടിച്ചു പോയതായിട്ടൊക്കെ നമ്മൾ പുറപ്പാട് 19 വായിക്കുന്നുണ്ട്. ഇന്ന് പിന്നീട് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദൊക്കെ എന്താ പറയുന്നേ, എൻ്റെ ആത്മാവ് മാൻ നീർത്തോടുകൾക്കായിട്ട് ദാഹിക്കുന്ന പോലെ എൻ്റെ ആത്മാവ് കർത്താവിനായിട്ട് ദൈവത്തോട് ചേരുവാനായിട്ട് ദാഹിക്കുന്നതിനെ കുറിച്ചും അങ്ങനെയൊക്കെയുള്ള ആ ഒരു ദൈവത്തിനോടുള്ള കൂട്ടായ്മ ആഗ്രഹിച്ച അനേകരെ നമ്മൾ കാണുന്നുണ്ട്. ആസാഫിന്റെ സങ്കീർത്തനം 73:25, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ അങ്ങേയല്ലാതെ എനിക്ക് വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് ദൈവത്തോടുള്ള കൂട്ടായ്മ യുനോ പല അളവിൽ അനുഭവിച്ച എത്രയോ പഴയ നിയമഭൃത്യന്മാരെ കുറിച്ചെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ സ്വർഗത്തിൽ നിന്നൊരു കൂടാരം താഴോട്ട് ഇറങ്ങി വന്നു. അതെവിടെ വായിക്കുന്നേ? നമ്മള് യോഹന്നാൻ 1-ാം അധ്യായത്തിൽ അത് വായിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പരിഭാഷകർ അത് പരിഭാഷപ്പെടുത്തിയില്ലെന്നുള്ളതേ ഉള്ളൂ പ്രോപ്പറായിട്ട്. യോഹന്നാൻ 1-ാം അധ്യായത്തിന് 14-ാമത്തെ വാക്യത്തിൽ നമ്മളത് സാങ്ക്വറി നമ്മൾ കേട്ടിട്ടുണ്ട്. യോഹന്നാൻ 1:14 എന്താ വായിക്കുന്നത്? വചനം ജഡമായി തീർന്നു, വചനം ശരീരമായി തീർന്നു, വചനം മാംസമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ സമാഗമന കൂടാരമായി പാർത്തു എന്ന് വേണം അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. സ്കേനോ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് ആൻഡ് ഡ്വെൽറ്റ് അമംഗ് അസ്. ഡ്വെൽറ്റ് എന്നുള്ള വാക്ക് സ്കേനോ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ടാബർനാക്കിൾ. സോ ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ദ വേർഡ് ബിക്കെയിം ഫ്ലഷ് ആൻഡ് ടാബർനാക്കിൾഡ് അമംഗ്സ്റ്റ് അസ് എന്ന്. ടാബർനാക്കിൾഡ് അഗൻസ്റ്റ് അസ് എന്ന് പറയുമ്പം പരിഭാഷകർ വിചാരിച്ചു കാണും ഈ സമാഗമന കൂടാരമായിട്ട് പാർത്തു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്കൊന്നും മനസ്സിലാത്തില്ല. അപ്പൊ അതുകൊണ്ട് അവരങ്ങ് പാർത്തു എന്നങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തില് അവിടെ കർത്താവ് ആണ് ദൈവത്തിന്റെ ഒരു പൂർണ്ണ സമാഗമന കൂടാരമായിട്ട് ഈ ഭൂമിയിൽ പാർത്തത്. ആ സമാഗമന കൂടാരത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് എന്തുണ്ടായിരുന്നു വെച്ചാൽ ദൈവത്തിന്റെ തേജസ് അതിവിശുദ്ധ സ്ഥലത്തുണ്ടായിരുന്നു. ആ തേജസ് കണ്ടതായിട്ട് തൊട്ടടുത്ത് എന്താ നമ്മൾ വായിക്കുന്നത്? അതേ വാക്യത്തിൽ തന്നെ എന്താ വായിക്കുന്നത്? നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. അതാ സമാഗമന കൂടാരമായി പാർത്തു. സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി. മോശ വളരെ ഭയഭക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്ന രംഗമൊക്കെ നമ്മൾ പുറപ്പാട് 40-ാം അധ്യായത്തിന് അവസാനത്തെ വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. ഇവൻ ഈ വചനം ജഡമായി തീർന്ന യേശു ക്രിസ്തു നമ്മുടെ ഇടയിൽ വന്ന് പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. എങ്ങനെ തേജസ് കണ്ടു? അതാ പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായിട്ട് കണ്ടു എന്നുള്ള കാര്യം. കൃപയും സത്യവും നിറഞ്ഞവനായി ഉള്ള തേജസ് കണ്ടു. പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ പിതാവിന്റെ തേജസ്സായിട്ട് യേശു ഒരു മനുഷ്യനായിട്ടാണ് ഭൂമിയിൽ വന്നെങ്കിൽ പിതാവിന്റെ ആ തേജസ്, ഡോക്സ അല്ലെങ്കിൽ തേജസ് എന്നുള്ള പദത്തെ കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തെ കുറിക്കുന്ന ഒരു കാര്യം. തേജസ് എന്ന് പറയുമ്പോൾ കർത്താവിന്റെ ചുറ്റും എന്തോ ഹാലോ മാതിരി ഉണ്ടായിരുന്നു, എന്തോ വലിയ ലൈറ്റ് ഇങ്ങനെ കത്തി, ഒരു ഹാലജൻ ലൈറ്റ് മാതിരി ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നതല്ല. മറിച്ച് കർത്താവ് ഒരു സാധാരണ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ച് കർത്താവിനെ ഒറ്റുകൊടുക്കാൻ പോലും അവനെ ആള് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു യൂദാസിനെ വേണ്ടി വന്നു അവനെ ഒന്ന് തിരിച്ചറിയാൻ വേണ്ടി. എന്നാൽ അവന്റെ സാധാരണക്കാരനായിട്ട് ബാക്കിയുള്ള എല്ലാ യഹൂദ പുരുഷന്മാരും എങ്ങനെ വസ്ത്രധാരണം ചെയ്യുന്നോ അതുപോലെ ഒരു വസ്ത്രമേ അവനും ധരിച്ചുള്ളൂ. അതായത് സ്പെഷ്യലായിട്ടൊരു ഷോളോ സ്പെഷ്യലായിട്ടുള്ളൊരു എന്തോ ഇന്നത്തെ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷന് പോകുന്ന തരത്തിലുള്ള മെത്രാപ്പോലിത്ത, ബിഷപ്പ്, ആർച്ച് ബിഷപ്പ് ഇവരൊക്കെ എന്തോ ഏതാണ്ട് തൊപ്പിയും വടിയും കോലും ഒക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനെ അനുസ്മരിപ്പിക്കത്തക്ക വണ്ണമുള്ള വേഷവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു കർത്താവിന്. അതായത് സാധാരണ യഹൂദന്മാര് ഡ്രസ് ചെയ്തതുപോലെ സാധാരണ ഒരു യൗവനക്കാരനായിട്ടായിരുന്നു കർത്താവ് ഉണ്ടായിരുന്നത്. എന്നാൽ അവന്റെ തേജസ്, കർത്താവിന്റെ ആ ഒരു താഴ്മയുടെ തേജസ്, കർത്താവിന്റെ വിശുദ്ധിയുടെ, കർത്താവിന്റെ സ്നേഹത്തിന്റെ, മനസ്സിലിന്റെ ആ ഒരു ആരും തൊടാൻ അറയ്ക്കുന്ന ഒരു കുഷ്ഠരോഗിയെ അവനെ തൊട്ട് സുഖമാക്കി. അവനോട്
നീ ഒരു അടി മാറി നിന്ന് നീ സുഖമായിക്കൂ, വയ്ക്കൂ, നാറ്റം എടുക്കുന്നു, പെട്ടെന്ന് സുഖമായിക്കൂ എന്ന് പറയുമല്ല. കുഷ്ഠരോഗി നാറ്റം എടുക്കുന്ന പറയാൻ കാരണം വെച്ചാൽ കുഷ്ഠരോഗികൾ അവന് ശരീരം മൊത്തം കുഷ്ഠമായിരുന്നു നമ്മൾ ലൂക്കോസ് 5 വായിക്കുന്നേ. ലൂക്കോസ് 5:12 ശരീരം മൊത്തം കുഷ്ഠമായിരിക്കും എന്ന് പറയുമ്പോൾ അത്രമാത്രം വ്രണങ്ങളും ആ, ഇന്നത്തെ പോലെ ആന്റിബയോട്ടിക്കും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പം ഈ ആന്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഓരോ ഡയബറ്റിക് അൾസറിലും ഒക്കെ ഉണ്ടാകുന്ന സ്മെല്ലും കാര്യങ്ങളൊക്കെ ഡോക്ടർ പ്രൊഫഷണലിലും നഴ്സിംഗ് പ്രൊഫഷനിലും ഉള്ളവർക്കൊക്കെ, അല്ലെങ്കിൽ ലാബ് പ്രൊഫഷനിലൊക്കെ ഉള്ളവർക്കൊക്കെ പരിചയം കാണും. അതുപോലെ ചില വ്രണങ്ങളിൽ നിന്നുള്ള ചീഞ്ഞഴുകുന്ന ഗന്ധവും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അന്ന് ആന്റിബയോട്ടിക് ഒന്നും ഇല്ലാതിരുന്ന ആ കാലത്ത് കുഷ്ഠരോഗികൾ ആരും അടുപ്പിക്കത്ത് പോലും ഇല്ല. അത്രമാത്രം നാറ്റവും അതുപോലെ ദേഹം മൊത്തവും കുഷ്ഠം എന്ന് പറയുമ്പോൾ, എന്നാൽ അവനെ പോലും തൊട്ട് സുഖമാക്കുന്ന ആ ഒരു കർത്താവ്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖമാക്കാന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സുണ്ട്. വില്ലിങ് മൂവ് വിത്ത് കമ്പാഷൻ, മനസ്സലിഞ്ഞ് തന്റെ കരങ്ങൾ നീട്ടി അവനെ തൊട്ട് സുഖമാക്കുന്ന ആ ഒരു സാന്ത്വന സ്പർശിക്കുന്ന കർത്താവിന്റെ ആ തിരുക്കരങ്ങൾ. അത് മൂവ് വിത്ത് കമ്പാഷൻ. അത് നമ്മളെവിടെ മർക്കോസ് 1-ാം അധ്യായത്തിന് 41-ാമത്തെ വാക്യത്തിൽ അത് വായിക്കുന്നത്. കർത്താവിന്റെ എല്ലാ ഹീലിംഗ് രംഗങ്ങളിൽ നിന്ന് എനിക്ക് ഏറ്റവും സ്പർശിയായിട്ടുള്ളത് ആ ഒരു ഹീലിംഗ് എപ്പിസോഡാണ്. മർക്കോസ് 1-ാം അധ്യായത്തിന്റെ 41-ാമത്തെ വാക്യം. യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. മൂഡ് വിത്ത് കമ്പാഷൻ ജീസസ് സ്ട്രെച്ച്ഡ് ഔട്ട് ഹിസ് ഹാൻഡ് ആൻഡ് ടച്ച്ഡ് ഹിം. അപ്പൊ അങ്ങനെ കർത്താവ് മനസ്സലിഞ്ഞ് തൊടുമ്പോൾ അവിടേക്ക് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന പത്രോസും യോഹന്നാനും ഒക്കെ ഒരു തേജസ് കണ്ടു. പിതാവിന്റെ ആർദ്രതയുള്ള ഹൃദയം, ഒരു തേജസ്സായിട്ട് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായിട്ട് ഞാൻ ഇവനെ കാണുന്നു. അപ്പൊ അങ്ങനെ എന്നെ കണ്ടവൻ എന്റെ പിതാവിനെയും കണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു പുത്രനായ കർത്താവ് യോഹന്നാൻ 14:9 ഫിലിപ്പോസ് പിതാവിനെ കാണിച്ചു തരണം എന്ന് പറയുമ്പോൾ, എന്നെ കണ്ടവൻ എന്റെ പിതാവിനെയും കണ്ടല്ലോ, ഇനി നീ പിതാവിനെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണോ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു, പിതാവിന്റെ ആ സകല സമ്പൂർണ്ണത എന്നിൽ വെളിവായല്ലോ, ആ തേജസ് നീ കണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മളുടെ ഇടയിൽ ഒരു സമാഗമന കൂടാരമായിട്ട് വസിച്ച കർത്താവ്. അങ്ങനെ അവരോടൊപ്പം ഉള്ള ഒരു കൂട്ടായ്മയില് കർത്താവ് ആയിരിക്കാൻ ആഗ്രഹിച്ചു. കർത്താവ് 12 പേരെ തെരഞ്ഞെടുത്തു. ഒരാള് വഞ്ചകനായി തീർന്നു. ബാക്കി 11 പേരുണ്ടായിരുന്നു. അതിൽ ഒരു 3 പേരെ കർത്താവ് സ്പെഷ്യലായിട്ട് കുറച്ചുകൂടെ ഒന്ന് ട്രെയിൻ ചെയ്തു. പത്രോസ്, യാക്കോബ്, യോഹന്നാന്. എന്നാ അവരും കർത്താവ് ഗത്സമന തോട്ടത്തില് പ്രാർത്ഥിക്കാനായിട്ട് പോകുമ്പോഴും അവരുടെ ഒരു കൂട്ടായ്മ, കർത്താവ് സർവശക്തനായ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നു. എന്താ ഇപ്പൊ എപ്പോ ഉറങ്ങി പോകുന്നു ചോദിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്ന കർത്താവിനെ പറയണമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയുള്ള അവസ്ഥയിലുള്ള ആൾക്കാരെ കർത്താവ് കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുമ്പോഴും അവരോടുള്ള ഒരു കൂട്ടായ്മ, തന്റെ ആ വലിയ വ്യഥയുള്ള, താൻ പിതാവിൽ നിന്ന് വേർപെടാൻ പോകുന്ന വലിയൊരു ദൈവക്രോധത്തിന്റെ, പിതാവിനോടുള്ള കൂട്ടായ്മയുടെ വേർപാടിന്റെ വലിയൊരു പാനപാത്രം തന്റെ മുമ്പിലുണ്ട്. അതെങ്ങനെ താൻ പാനം ചെയ്യും? അതിനെക്കുറിച്ച് പിതാവിനുള്ള കൂട്ടായ്മ വേർപെടുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ആ ഒരു വലിയ വലിയ ഹൃദയവേദനയില് ഈ ഈ യുനോ ആ ഹൃദയവേദനയുടെ സമയത്ത് ഈ മനുഷ്യരുടെ തന്റെ ഒപ്പം, ശരിയാണ് അവര് ഒത്തിരി ബലഹീനരായിട്ടുള്ള മനുഷ്യരാണെങ്കിൽ, ഈ പത്രോസും യാക്കോബും യോഹന്നാനും എല്ലാം ഉള്ളവരിലേക്കും വെച്ച് ഏറ്റവും ഹോൾ ഹാർട്ടഡ് ആയിട്ട് ഏറ്റവും പൂർണ്ണതയോടെ കർത്താവിനെ സ്നേഹിച്ച് പിൻപറ്റിയവരാണ്. അവരെയും കൂട്ടി അവിടെയും കർത്താവ് ആ പ്രാർത്ഥനയുടെ ഒരു കൂട്ടായ്മ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടെ, അവർക്കൊന്നും അറിയത്തില്ല കാര്യങ്ങളെങ്കിൽ പോലും എൻ്റെ കൂടെ നിങ്ങളും കൂടെ വാ എന്ന് പറഞ്ഞ് ഗത്സമന തോട്ടത്തിൽ അവരെയും കൂടെ കൊണ്ടുപോയി പ്രാർത്ഥിക്കുന്ന ആ ഒരു കർത്താവിനെ നമ്മളവിടെ കാണുന്നു. അപ്പൊ അവിടേക്ക് പോലും കർത്താവിന് ശരിക്കും ആഴത്തിലുള്ള ഒരു കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കാൻ അവരോട് സാധിച്ചില്ല. എന്ന് വെച്ചാൽ അവരുടെ ഉള്ളത്തിലേക്ക്, അവരുടെ ഹൃദയത്തിലേക്ക്, അവരുടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാ അതുവരെയും പകരപ്പെട്ടിരുന്നില്ല. പിന്നീട് കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റു, തേജസ്കരിക്കപ്പെട്ട് അങ്ങ് സ്വർഗത്തിലേക്ക് പോയി പരിശുദ്ധാത്മാവിനെ പെന്തക്കോസ്ത് പകർന്നപ്പോഴാണ് ആത്മാവിലേക്ക് പരിശുദ്ധാത്മ പകരപ്പെട്ടത് എന്ന് നമ്മൾ എവിടെ വായിക്കുന്നതെന്ന് ചോദിച്ചാൽ, യോഹന്നാൻ 7:39 കർത്താവ് മഹത്വപ്പെടാത്തത് കൊണ്ട് അവണ്ണം പരിശുദ്ധാത്മാവിനെ, അവണ്ണം എന്നുള്ള അവിടെ ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒരു വാക്കാം, പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടിരുന്നില്ല എന്ന് യോഹന്നാൻ 7:39 നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ 7:39 യേശു അന്ന്, അതിന്റെ 2-ാമത്തെ പകുതി, യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. ആത്മാവ് പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിലെ ഉണ്ടായിരുന്നു പലരുടെയും മേലെ. എന്നാൽ ഇവണ്ണം വന്നിട്ടില്ലായിരുന്നു. എവണ്ണം അതിന് തൊട്ട് മുമ്പേ പറയുന്ന പോലെ ഉള്ളത്തിൽ നിന്ന് ജീവജല നദികൾ ഒഴുകത്തക്കവണ്ണം വന്നിട്ടില്ലായിരുന്നു. ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ, അപ്പൊ ആ ഒരുവന്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ്
കവിഞ്ഞൊഴുകുന്ന തരത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്നിട്ടില്ലായിരുന്നു. യേശു തേജസ്കരിക്കപ്പെട്ടില്ലാത്തത് കൊണ്ടെന്നാണ് അവിടെ പറയുന്നത്. യേശു തേജസ്കരിപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്താ? മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അതിനുശേഷം 10 നാളിന് ശേഷം പെന്തക്കോസ്ത് നാളില് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തില് പരിശുദ്ധാത്മാവിനെ പകരുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നത്. അപ്പോഴാ ശരിക്കും അവരുടെ ഉള്ളത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന അവര് ദൈവത്തോടും പരസ്പരവും ഒരു ശരീരമാകുന്ന സഭയായിട്ട് തീർന്നു. അപ്പോ അപ്പോഴാ ശരിക്കും ദൈവത്തിന് അവരുടെ ഇടയിൽ വസിക്കാൻ സാധിച്ചത്. ആ സഭയിലാണ് യഥാർത്ഥത്തിൽ കർത്താവ് വസിക്കുന്നത്. അത് എവിടെ നമ്മൾ വായിക്കുന്നേ? എവിടെ 2-3 പേര് എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും എന്ന് കർത്താവ് പറയുമ്പോൾ നമ്മളത് 2 ആഴ്ച മുമ്പ് നമ്മളിവിടെ ആലപ്പുഴയിലെ ആ വാക്യം നമ്മളത് കണ്ടായിരുന്നു. മത്തായി 18-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യമാ. മത്തായി 18-ാം അധ്യായത്തില് ഞാൻ ഈ പറഞ്ഞു വരുന്നത് എല്ലാം എന്ത് പറഞ്ഞു വരുന്നത് വെച്ചാൽ എന്താ? വെളിപാട് 21-ന്റെ 3 അവിടെ ഒരു കൂടാരമുണ്ട്, നമ്മോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം. അതായത് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്, നമ്മളോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം. നിത്യത മുതൽക്കേ ആഗ്രഹിച്ച ദൈവം ഏദൻ തോട്ടത്തിൽ നമ്മളോട് ആദാമിനോടൊപ്പം വസിച്ചു. പിന്നീട് പഴയ നിയമ ഭക്തരോടൊപ്പം ദൈവം കൂട്ടായ്മയ്ക്കായിട്ട് ആഗ്രഹിച്ചു, വാഞ്ചിച്ചു. ഒരു പരിധിയിൽ അവരോടൊരു കൂട്ടായ്മ കർത്താൻ ഉണ്ടായിരുന്നു. യേശു പുത്രനായി വന്നപ്പോഴാണ് എങ്ങനെ പിതാവിന്റെ മടിയിലിരുന്ന് പിതാവിന്റെ മറുപടി ചാരിയിരുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കൂട്ടായ്മ. പിന്നീട് ദൈവത്തിന് മനുഷ്യരോടുള്ള ആ ഒരു കൂട്ടായ്മ അതിൻ്റെതായ ഒരു പൂർണ്ണതയിൽ, അതിൻ്റെതായ ഒരു പൂർണ്ണത എന്ന് പറയുമ്പോൾ വർദ്ധിച്ചു വരുന്ന പൂർണ്ണതയാണ്, എന്നാൽ അതിൻ്റെതായ ഒരു കംപ്ലീറ്റ്നെസ്സില്, പൂർണ്ണതയില് അത് തുടങ്ങുന്നത് പെന്തക്കോസ്ത് നാളിലാണ്. അവിടെ പെന്തക്കോസ്ത് നാളില് എന്താ സംഭവിക്കുന്നേ? അതാ നമ്മളിവിടെ മത്തായി 18-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തില് 19-ാമത്തെ വാക്യത്തിൽ ഐകമത്യപ്പെടുന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. ഐകമത്യപ്പെട്ടാൽ, ഇഫ് യു എഗ്രി ഓൺ അബൌട്ട് എനിത്തിങ്, അങ്ങനെ ഐകമത്യപ്പെട്ട് 2-3 പേർ, അതെ, ഈ ഫോർ എന്ന് പറഞ്ഞൊരു കൺജങ്ഷൻ വെച്ച 20-ാമത്തെ വാക്യം തുടങ്ങുന്നത്. മലയാളത്തിൽ അത് വന്നിട്ടില്ല. ഇപ്പൊ 19-20 കണക്റ്റഡ് ആയിട്ടുള്ള വാക്യം. അപ്പൊ ഐകമത്യപ്പെട്ട് 2-3 പേർ ഗുണം, അല്ല തമ്മിലടിച്ച് ആരാ വലിയവൻ എന്നും പറഞ്ഞുകൊണ്ട് കൂടിയാല് യേശുവില്ല, സാത്താനായിരിക്കും അവരുടെ മധ്യത്തിലുണ്ട്. സാത്താൻ അവരുടെ മധ്യത്തിലുണ്ടെങ്കിലുള്ള അടയാളം എങ്ങനെയാന്ന് ചോദിച്ചാൽ, ആദാമിന്റെ ഹവ്വയുടെ ഇടയ്ക്ക് സാത്താൻ വന്നപ്പോ എന്താ ഉണ്ടായി? നീ തന്ന ഭാര്യ തന്നു, ഞാൻ തിന്നു. അപ്പം ഭാര്യ തിരിഞ്ഞ് അങ്ങോട്ട് ആരോപണശരം, ഈ ആ പാമ്പാ കാരണം, അപ്പൊ ഈ മറ്റേ ഇവളാ കാരണം, ഇവനാ കാരണം, നിങ്ങളാ വഴക്കുണ്ടാക്കി, നീയാ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുമ്പോൾ അവിടെ 2-3 പേര് കൂടി വരുന്നിടത്തൊക്കെ അവിടെ ആരാ ഉള്ളതെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ഇങ്ങനെ ഈ ആരോപണ ചെലവായിട്ട് സ്വയത്തിന് മരിക്കാതെ കൂടി വരുമ്പോ അവിടെ മദ്യത്തിൽ പിശാചായിരിക്കും ഉള്ളത്. പണ്ട് ഇതൊരു സഹോദരൻ ഇങ്ങനെ പറയുന്നത് കേട്ടു. അതായത് പുള്ളി വേറൊരു സഹോദരൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ ചെന്ന് പുള്ളി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഒരു സെന്റൻസ് പ്രാർത്ഥിക്കാൻ പെട്ടെന്ന് പോ പിശാച് കുറച്ച് കഴിയുമ്പോൾ പോ പിശാച് ഈ സഹോദരനൊക്കെ പറയാ. അപ്പൊ ഞാൻ വിരിച്ച് 2-3 പേര് പ്രാർത്ഥിക്കുമ്പോൾ യേശു ആയിരിക്കും നമ്മുടെ മധ്യത്തിലുള്ളത്. ഇദ്ദേഹം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പിശാച്, ദേ ആർ മോർ അവെയർ ഓഫ് സൈറ്റൻ ദാൻ ഓഫ് ദ ലോർഡ്സ് പ്രസൻസ്. പിശാചിന്റെ സാന്നിധ്യത്തെ കുറിച്ച് അവർക്ക് കൂടുതൽ ബോധ്യമുള്ളത് കർത്താവിന്റെ സാന്നിധ്യത്തെ കുറിച്ച് ഉള്ളതിനെക്കാട്ടില്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയത്. മറിച്ച് ഇങ്ങനെ പിശാചൊക്കെ അവൻ തല ചതയ്ക്കപ്പെട്ട് അവന് നമ്മുടെ കാൽ കീഴിലാണ് ഉള്ളത്. 2-3 പേർ ഐകമത്യപ്പെട്ട്, കർത്താവ് ഐകമത്യപ്പെട്ടെന്ന് പറഞ്ഞാല് കർത്താവ് എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് നമ്മളത്തിനെ താഴ്ത്തി ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നമ്മൾ കർത്താവിനോട് ഒന്നായി ചേർന്ന്, അതേപോലെ കർത്താവിനോടുള്ള ഒരു ഏകാത്മാവോടെ കൂട്ടായ്മയുള്ള ഒരു സഹോദരന്, അങ്ങനെ 2 സഹോദരങ്ങൾ, അങ്ങനെ 2-3 പേര് മതി അവിടെ ഒരു സഭയായി കഴിഞ്ഞു. അത് നമ്മള് 20-ാമത്തെ വാക്യം വെളിപാട് മത്തായി 18-ന്റെ നമ്മളത് വായിച്ചു. ഐകമത്യപ്പെടുന്ന കാര്യം സിംഫോണിയോ എന്നുള്ള വാക്കാന്നൊക്കെ നമ്മളന്ന് കണ്ടായിരുന്നു. സിംഫോണി എന്ന് പറഞ്ഞാൽ സിംഫണി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. സിംഫണി എന്ന് പറഞ്ഞാൽ സ്വരലയം എന്ന് പറഞ്ഞാൽ എല്ലാ കീബോർഡും വയലിനും എല്ലാം കൂടെ ഉള്ള ഒരേ പിച്ചില് അവര് വളരെ ഒരേ സ്കെയിലിലൊക്കെ വായിക്കുന്ന സിംഫണി. അത് കേൾക്കാൻ നല്ല രസം, ഒന്നും ഒരു ഔട്ട് ഓഫ് പിച്ച് ഇല്ല എന്ന് പറയുന്നത് പോലെ കർത്താവിന്റെ ഹിതത്തിനോട് അതുപോലെ സിംഫണി ആയിട്ടുള്ള ഒരു മനസ്സോടെ, ഒരു ആത്മാവോടെ, ഒരു മനസ്സോടുള്ള സഹോദരങ്ങള് 2-3 പേര് എന്റെ നാമത്തിൽ കൂടി വരുത്തപ്പെടുന്നിടത്തൊക്കെയും എന്ന് വേണം അത് ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് നമ്മള് അന്ന് കണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ തെറ്റായ ട്രാൻസ്ലേഷനാണ്. കൂടി വരുന്നിടത്തൊക്കെയും എന്ന് പറഞ്ഞാൽ അതൊരു ആക്റ്റീവ് വോയിസാണ്. കർത്തരി പ്രയോഗം, കർമ്മണി പ്രയോഗം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അത് പേടിക്കണ്ട. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എല്ലാവർക്കും മനസ്സിലായി. ആക്റ്റീവ് വോയിസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഐ റോട്ട് എ ലെറ്റർ,
പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ എ ലെറ്റർ വാസ് റിട്ടൺ ബൈ മീ. ഇത് പാസീവ് വോയിസ് എന്ന് പറയുന്നത് ഞാനൊരു കത്ത് എഴുതി, കത്ത് എന്നാൽ എഴുതപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് കർമ്മണി പ്രയോഗം. ഞാൻ എന്ത് പറഞ്ഞു വെച്ചാൽ ഈ സഹോദരൻ എന്ത് പറ്റി പെട്ടെന്ന് കത്ത് ഗ്രാമർ ക്ലാസ്സിലാണോ എന്ന് നിങ്ങൾ സ്റ്റുഡൻസ് ആയാലും പെട്ടെന്ന് തെറ്റിദ്ധരിച്ചു പോകേണ്ട. ഇത്രയേ ഉള്ളൂ. അവിടെ പാസീവ് വോയിസിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാക്രിഫൈസ് കേട്ടിട്ടുള്ളതാ. യുനോ അവിടെ ടു ഓർ ത്രീ ഹാവ് ആർ ഗ്യാതേർഡ് ടുഗദർ എന്നാണ് പാസീവ് വോയിസിലാണ് KJV ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. NASB ഹാവ് ഗ്യാതേർഡ് ടുഗദർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് ആക്റ്റീവ് വോയിസിലാണ്. പക്ഷെ ശരിക്കും അതിന്റെ ട്രാൻസ്ലേഷൻ വേണ്ടേ പ്രസന്റ് പെർഫെക്റ്റ് പാസീവ് വോയിസ് ആണ്. അത് ഞാൻ പറയുന്നതല്ല, നിങ്ങളുടെ BLB ആപ്പ്, നിങ്ങളെ ബെരോവ ക്രിസ്ത്യാനികളാണെങ്കിൽ, ബെറിയൻസ് ആണെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 17:10-11 വാക്യങ്ങളിൽ പറയുന്നത് പോലെ ബെറിയൻസ് പൗലോസ് പറഞ്ഞതുപോലെ വിശ്വസിക്കാതെ അവർ തിരുവഴുത്തുകൾ അങ്ങനെയൊന്ന് ശോധന ചെയ്തതുപോലെ ബ്ലൂ ലെറ്റർ ബൈബിൾ ആപ്പ് അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലുമൊക്കെ ഗ്രീക്കിന്റെ ഇതുള്ള ആപ്പ് ഉണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് അതിന്റെ ഇന്റർലീനിയർ അത് നോക്കിയാൽ അവിടെ ആ പാസീവ് വോയിസ് പെർഫെക്റ്റൻസ് അതിന്റെ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളോടൊപ്പം വസിക്കുന്ന കാര്യം ഈ പറയുന്നത്. ഇഫ് ടു ഓഫ് യു ഇഫ് 2 or 3 ഹാവ് ബീൻ ഗ്യാതേർഡ് ടുഗദർ ഇൻ മൈ നെയിം എന്ന് അവിടെ അതാ പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ഐ ഹാവ് റിട്ടൺ എ ലെറ്റർ എന്നുള്ളത് ആക്റ്റീവ് വോയിസ്, എ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ ബൈ മീ എന്നുള്ളത് അതിന്റെ പാസീവ് വോയിസ്. എ ലെറ്റർ ഹാസ് ബീൻ റിട്ടൺ ബൈ മീ. അപ്പൊ അതുപോലെയാണ് ആ ഹാസ് ബീൻ റിട്ടൺ, ഹാസ് ബീൻ എന്നുള്ള അതാണ് ഈ പ്രസന്റ് പെർഫെക്റ്റിന്റെ പാസീവ് വോയിസ് അവിടെ ഗ്രീക്കിലെ പരിശുദ്ധാത്മാവ് മത്തായിലൂടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അതാ കർത്താവ് പറയുന്നത് 2-3 പേര് എന്റെ നാമത്തിൽ കൂടി വരുത്തപ്പെടുന്നിടത്തൊക്കെയും എന്ന് പറഞ്ഞാല് അവരായിട്ട് കൂടി വരുമല്ല, ഞങ്ങളെങ്ങനെ ഇവൻ കൂടിയേക്കാം എന്നുള്ളതല്ല, മറിച്ച് ദൈവാത്മാവിന്റെ ഒരു ഭാരത്തോടെ സ്നേഹത്തോടെ ഈ ഒരു ദേശത്ത് കർത്താവിന്റെ നിർമ്മല സാക്ഷികളായിട്ട് നമുക്ക് ഒരുമിച്ചൊരു കൂട്ടായ്മയോടെ ഒന്നായിട്ട് ഈ ഒരു കർത്താവിന്റെ നിർമ്മല ഉപദേശത്തെ അലങ്കരിക്കുന്നവരായിട്ട് നമ്മൾ അഡോൺ ദ ഡോക്ട്രിൻ ഓഫ് ഗോഡ് എന്ന് നമ്മള് ദൈവത്തിന്റെ ഉപദേശത്തെ അലങ്കരിക്കുന്നതിനെ കുറിച്ചൊക്കെ തീത്തോസ് 2:9 കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ പറഞ്ഞു. കർത്താവിന്റെ നിർമ്മലമായിട്ടുള്ള ആ ഉപദേശത്തെ നമ്മുടെ ജീവിതം കൊണ്ട് അലങ്കരിക്കണം എന്ന് പറഞ്ഞ ഒരു ഹൃദയത്തോടെ നമ്മൾ ദൈവാത്മാവിന്റെ പ്രേരണയാല് കൂടി വരുന്നു, കൂടി വരുത്തപ്പെടുന്നു. അങ്ങനെ കൂടി വരുത്തപ്പെടുന്നിടത്തൊക്കെയും ആണ് അങ്ങനെ ടു ഓർ ത്രീ ഹാവ് ബീൻ ഗ്യാതേർഡ് ടുഗദർ ഇൻ മൈ നെയിം ദെയർ ഐ ആം ഇൻ ദെയർ മിഡ്സ്റ്റ്. ദെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാവ് ബീൻ ഗ്യാതേർഡ് ഐ വിൽ ബി ദെയർ. ഞാൻ നാളിലല്ലേ, അപ്പൊ അതുകൊണ്ട് ഐ വിൽ ബി ദെയർ എന്നാണ് നമ്മുടെ സാധാരണ ഹ്യൂമൻ ലോജിക്കിൽ ഉപയോഗിച്ച് പറയുമ്പോൾ പറയുന്നത്. പക്ഷെ അവിടെ ഐ ആം ദെയർ ഇൻ ദെയർ മിഡ്സ്റ്റ് എന്നാണ് പറയുന്നത്. ഐ ആം എന്ന് പറഞ്ഞാൽ ഈഗോ എമി എന്ന് പറഞ്ഞാൽ ഐ ആം. ആ ഈഗോ എമി എന്നാണ് ദൈവം തന്നെ മോശയ്ക്ക് പേര് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. മോശ ചോദിക്കുക, എന്താ പേര് പറയേണ്ടത് ദൈവത്തിന്റെ? ഞാനാകുന്നു, ഐ ആം ഹു ഐ ആം. പുറപ്പാട് 3:14 വാക്യം. അപ്പൊ അങ്ങനെ ആ ദൈവം, ആ സർവശക്തനായ ദൈവം തന്നെ 2-3 പേര് ഐകമത്യപ്പെട്ട്, അതൊരു ഭാര്യ ഭർത്താവ് ബന്ധം. 2-3 പേർ എന്ന് പറയുമ്പോൾ അതൊരു കുടുംബത്തിൽ തന്നെ അത് തുടങ്ങണം. കുടുംബവും കുഞ്ഞുങ്ങളും ആവുമ്പോൾ 2-3 പേർ ആവുന്നു. പിന്നെ അതുപോലെയുള്ള കുടുംബങ്ങൾ ചേർന്ന് വരുന്ന സഭ. അവിടെ സർവശക്തനായ ദൈവം ആ ചെങ്കടലിനെയൊക്കെ ഉണക്കി എരിഹോ മതിലൊക്കെ തകർത്ത് സിംഹങ്ങളുടെ വായൊക്കെ അടച്ച ആ സർവശക്തനായ ദൈവം, കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിടിച്ച ആ പിതാവാം ദൈവം, ആ കർത്താവ്, ആ സർവശക്തനായ ദൈവം തന്നെ നമ്മളുടെ ഇടയിലുണ്ട്. എപ്പോഴാ നമ്മൾ ഐകമത്യപ്പെട്ട് കൂടി വരുത്തപ്പെടുക. അപ്പൊ ദൈവത്തിന് നമ്മളോടൊപ്പം വസിക്കുന്ന അപ്പൊ അങ്ങനെ യഥാർത്ഥത്തിൽ സഭയിലാണ് കർത്താവിന്റെ ഒരു ആഗ്രഹ സാഫല്യം ഉണ്ടായത്. സഭയിലാണ് ദൈവം യഥാർത്ഥത്തിൽ. ഇന്ന് നാമധേയ സഭകളോ സാമുദായിക സഭകളോ വേർപെട്ട സഭകളോ എന്ന് പറയുന്ന സഭകളിൽ കർത്താവിന് വസിക്കാൻ പറ്റുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഏതൊക്കെ സഭകളൊക്കെ പണത്തിനും മനുഷ്യമാനത്തിനും ജടിക സുഖങ്ങൾക്കും ഒക്കെ പിന്നാലെ പോകുന്നു, അവിടൊക്കെ അതെല്ലാം ബാബിലോണാണ്. ബാക്കി ദൈവത്തോടുള്ള ഒരു നിർമ്മല സ്നേഹത്തോടെ കൂടി വരുന്ന എല്ലാ സഭയിലുള്ള എല്ലാവരും അങ്ങ് പെർഫെക്റ്റ് ആവുന്ന ഒരു സഭയില്ല. എല്ലാ ആൾക്കാരും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മളാരും പെർഫെക്റ്റ് അല്ല. എന്നാൽ പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുന്ന ചുരുക്കം ചിലരെങ്കിലും അതിന് നേതൃത്വത്തിലുണ്ടെങ്കിൽ അതായിരിക്കും ഒരു കോർ ഓഫ് ദ ചർച്ച്. ആ ഒരു സഭയുടെ അതിവിശുദ്ധ സ്ഥലത്തുള്ള ഒരു കോർ ഓഫ് ദ ചർച്ച്. അങ്ങനെയുള്ള സഹോദരങ്ങളുള്ളിടത്ത് ഇവിടെ സഭ പണിയപ്പെടും. കൂടുതൽ ആൾക്കാർ ആ കോറിലേക്ക് ആഡ് ചെയ്യപ്പെടണം. അതാണ് സഭയുടെ പണി. പെരിഫറിയിലേക്ക് ആൾക്കാർ വരുന്നു, പിന്നെ അവർ പെരിഫറി നിൽക്കാതെ അവര് കോറിലേക്ക്, അവര് ആ ഉൾക്കളത്തിലേക്ക് വന്ന് അവര്
ഒരാത്മാവിലായി പണിയപ്പെടുന്നു. അവിടെ ദൈവത്തിന് വളരെ സ്വസ്ഥതയോടെ ഗോഡ് ഫീൽസ് അറ്റ് ഹോം ഇൻ ദാറ്റ് ചേർച്ച്. അങ്ങനെയുള്ള സഭയിൽ ദൈവത്തിന് തന്റെ സ്വന്തം ഭവനത്തിൽ എന്നവണ്ണം ദൈവം വസിക്കുന്നു എന്ന് പറയാം. അങ്ങനെയുള്ള സഭ അങ്ങനെ നമ്മുടെ സഭ ആയിത്തീരണമെങ്കിൽ നമ്മുടെ കുടുംബം അങ്ങനെ ആയിത്തീരണം. കുടുംബം അങ്ങനെ ആയിത്തീരണമെങ്കിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിലെ കർത്താവിനോടുള്ള കൂട്ടായ്മ, ആ ഒരു മനുഷ്യരോട് കൂടി ദൈവത്തിന്റെ കൂടാരം, ഞാൻ അവരോട് കൂടി വസിക്കും, അവരുടെ ജനമായിരിക്കും, ഞാൻ അവരുടെ ദൈവമായിരിക്കും, ഞാൻ അവരോട് കൂടി ഇരിക്കും എന്ന് നമ്മളിപ്പോൾ തിരിച്ച് ഞാൻ എവിടെ വെളിപാട് 21:3 വന്ന് ഞാനങ്ങ് കൺക്ലൂഡ് ചെയ്യും. അപ്പൊ ആ ഒരു നമ്മളോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്. നമ്മളിന്ന് പല കാര്യങ്ങൾ കണ്ടു. ആദ്യം നമ്മൾ സാത്താന്റെ അന്ത്യത്തെക്കുറിച്ചൊക്കെ കണ്ടു. സാത്താനെ തീപ്പൊയ്യിലേക്ക് തള്ളിയിടുന്ന കാര്യമൊക്കെ നമ്മൾ ഒന്നുകൂടെ ആ കാര്യങ്ങളൊക്കെ അതിന്റെ ദൈവം നമുക്ക് അതിന്റെ സാത്താന്റെ ആ, ആ, ശക്തിക്ക് മേലായിട്ടുള്ള അധികാരത്തെ തന്ന കാര്യവും അവന്റെ തല തകർക്കപ്പെട്ട കാര്യമൊക്കെ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ ആ ഒരു യുനോ ആ ഒരു അലങ്കാരത്തെ കുറിച്ച് കണ്ടു. എസ്തേറിന്റെ അലങ്കാരം, അത് ദിവ്യസ്വഭാവത്തെ കൊണ്ട് അലങ്കരിക്കുന്ന, സൗമ്യതയും സാവധാനതയുള്ള മനസ്സിനെ കൊണ്ട്, ആത്മാവിനെ കൊണ്ട് അലങ്കരിക്കുന്ന ഒരു അലങ്കാരത്തെ കുറിച്ച് കണ്ടു. പിന്നെ കർത്താവ് നമ്മളുടെ ഇടയിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്, നമ്മളോടൊപ്പം ഉള്ള ഒരു കൂട്ടായ്മ, ഇപ്പോഴും നമ്മളോട് ചിറ്റ് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കർത്താവ്. ഇപ്പൊ ഒരു ഇയർ പ്ലഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇയർ പ്ലഗ് ഒരാളോട് സംസാരിച്ചുകൊണ്ട് നമുക്ക് പല ജോലികൾ ചെയ്യാം. കോൺവെർസേഷൻ എപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ എപ്പോഴും കണക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ദൈവത്തോടൊപ്പം ഉള്ള ഒരു കണക്ഷനോട് കൂടി നമ്മൾ ചിലപ്പം അടുക്കള ജോലി ചെയ്യുമായിരിക്കും, നമ്മൾ പാടത്തും പറമ്പത്തും ജോലി ചെയ്യുമായിരിക്കും, ഓഫീസിലോ ഫാക്ടറിയിലോ ഹോസ്പിറ്റലിലോ ജോലി ചെയ്യുമായിരിക്കും, നമ്മൾ ഡ്രൈവ് ചെയ്യുമായിരിക്കും, നമ്മൾ വീട്ടിലെ ഓരോ ജോലികളോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ ആ സമയത്തൊക്കെ കർത്താവിനോടൊപ്പം വസിച്ചുകൊണ്ട് കർത്താവിനോടുള്ള ഒരു ചിറ്റ്ചാറ്റ്, കർത്താവെ യേശുവേ കാര്യത്തിൽ എന്നെ സഹായിക്കണേ, കർത്താവെ അവിടത്തേക്ക് എന്താ എന്നോട് പറയാനുള്ളത്, ഞാൻ എന്താ ഈ സഹോദരനോട് സംസാരിക്കണ്ടേ, അല്ലെങ്കിൽ ഇന്ന മനുഷ്യന് അവിടെ എന്താ ഞാൻ പറയണ്ടേ, അങ്ങനെ വരുന്നൊരു ആശ്വാസമാക്കി എനിക്ക് പറയണം, അല്ലെങ്കിൽ എനിക്ക് ആവശ്യത്തോടെ ചില കാര്യങ്ങൾ ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ദൈവത്തോടൊപ്പം വസിക്കുന്ന ഒരു ജനം, അങ്ങനെ ഒരു ജനമായിരിക്കാനെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ചർച്ച്, ഫെലോഷിപ്പ് CFC എന്ന് നമ്മൾ പറയും. ഫെലോഷിപ്പ് സെൻട്രൽ വേർഡ് തന്നെ ഫെലോഷിപ്പ് ആണ് എന്ന് സാങ്ക്ലർ പലപ്പോഴും ഊന്നി പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഫെലോഷിപ്പ്, ആ ഒരു കൂട്ടായ്മ, ദൈവത്തോടുള്ള കൂട്ടായ്മ, പരസ്പരമുള്ള കൂട്ടായ്മ, അങ്ങനെയുള്ള ഒരു കർത്താവിനോടും പരസ്പരമുള്ള ഒരു കൂട്ടായ്മയുള്ള ഒരു ജനമായിട്ട്, അങ്ങനെ നമ്മുടെ ഇടയിൽ നമ്മളോടൊപ്പം വ്യക്തിപരമായിട്ട് വസിക്കാൻ, നമ്മുടെ കുടുംബത്തിൽ അതുപോലെ വസിക്കാൻ, നമ്മുടെ സഭയിൽ അതുപോലെ വസിക്കുവാൻ വാഞ്ചിക്കുന്ന, അതുപോലെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ ഹൃദയത്തെ നമുക്ക് കണ്ട്, ആ കർത്താവിന്റെ ഹൃദയത്തെ, ആ പിതാവിന്റെ ഹൃദയത്തെ, പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്താൻ തക്കവണ്ണം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഒരുപാട് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാൻ സ്നേഹം നിറഞ്ഞ പിതാവേ യേശുവേ, ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. അങ്ങ് ഞങ്ങളോടുള്ള കൂട്ടായ്മ എത്ര അധികം ആഗ്രഹിക്കുന്നു കർത്താവേ. ഗത്സമന തോട്ടത്തിൽ അവസാനമായിട്ട് അവിടുന്ന് പിതാവിനോട് പറഞ്ഞ ആഗ്രഹം അത് തന്നെയാണല്ലോ കർത്താവേ. ഗത്സമന തോട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് കർത്താവേ അവിടുന്ന് ആ കർത്തൃ പ്രാർത്ഥനയില്, കർത്താവെ അവിടുന്ന് കർത്താവെ ആ മഹാപുരോഹിത പ്രാർത്ഥനയില് അവസാനമായിട്ട് പിതാവിനോട് പറഞ്ഞ ആഗ്രഹവും, ഞാൻ അവരോടുകൂടെ ആയിരിക്കാൻ, ഞാൻ ആയിരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടി ഇരിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നു, ഞാൻ വാഞ്ചിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. ഐ ഡിസയർ ദാറ്റ് ദേ വുഡ് ബി വിത്ത് മീ വേർ ഐ ആം. ഞാൻ ആയിരിക്കുന്നിടത്ത് അവരും എൻ്റെ കൂടെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ദൈവത്തിന്റെ, യേശുവിന്റെ ഹൃദയം. കർത്താവ് ഞങ്ങൾ എപ്പോഴും അങ്ങയുടെ കൂടെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഏതൊരു ജോലിയിലോ ഏതെല്ലാം പ്രവൃത്തിയിലൊക്കെ ആയിരിക്കുമ്പോഴൊക്കെ കർത്താവിനോടുള്ള ഒരു കൂട്ടായ്മയിൽ അകമേ ആയിരിക്കാൻ കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന് മാത്രമേ കർത്താവെ അത് സാധ്യമാക്കി തരാനൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ഫീലിങ്സിലോ ഞങ്ങളുടെ വികാരങ്ങളിലൊന്നും അത് സാധ്യമല്ല. എന്നാൽ കർത്താവ് ഞങ്ങളെപ്പോഴും കർത്താവെ ഒരു പൂജ്യമായിട്ട് അവിടുത്തെ മുമ്പാകെ താഴ്മയോടായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കുകയും അവിടുത്തെ സാന്നിധ്യബോധത്തിൽ എപ്പോഴും ആയിരിക്കാനും ദൈവം ഞങ്ങളെ ശക്തിപ്പെടുത്തുമല്ലോ കർത്താവ്. ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവ്. അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് കർത്താവ് എപ്പോഴും അവിടുത്തെ സന്നിധിയിൽ വസിക്കുന്ന ഒരു ജീവിതത്തിലേക്ക്, അന്ന് പഴയ നിയമത്തിലൊക്കെ ആണ്ടിലൊരിക്കലും മഹാപുരോഹിതനെ വളരെ ഭയഭക്തിയോടെ പേടിച്ചൊക്കെ കർത്താവെ ആ മഹാപാപ പ്രായശ്ചിത്ത ദിനത്തില് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചെങ്കിൽ ഇപ്പോൾ എപ്പോഴും കർത്താവെ അങ്ങോടൊപ്പം വസിക്കാനുള്ള ഒരു പ്രാഗൽഭ്യം, ആ ഒരു വഴി ഞങ്ങൾക്കായിട്ട് തുറന്നു. തൻ്റെ ജഡമാകുന്ന തിരശ്ശീലയും ചിന്തി ഞങ്ങൾക്ക് ആ വഴി, ജീവനുള്ള പുതുവഴി തുറന്ന കർത്താവെ, അവിടുന്ന് തുറന്ന വഴി ഞങ്ങളത് ഉപയോഗിക്കാതെ കർത്താവെ, അത് ശൂന്യമാക്കിയിടാതെ കർത്താവെ, അതെപ്പോഴും അതിൽ കൂടെ തന്നെ നടന്ന് അവിടുത്തെ സാന്നിധ്യത്തിൽ തന്നെ എപ്പോഴും ആയിരിക്കാൻ, യേശു ഒരു സമാഗമന കൂടാരമായിട്ട് ഈ ഭൂമിയിൽ വസിച്ചതുപോലെ ഞങ്ങളും കർത്താവിന്റെ തേജസ്സുള്ള ഒരു സമാഗമന കൂടാരമായിട്ട് ഈ ഭൂമിയിൽ വസിക്കുവാൻ, ഞങ്ങളെ കാണുന്നവർക്കും പിതാവിന്റെ തേജസ് കർത്താവെ, ആ ഏകജാതനായതിന്റെ തേജസ്സായിട്ട് യേശുവിനെ കണ്ടതുപോലെ ഞങ്ങളും കർത്താവിന് അനിയന്മാരും അനിയത്തിമാരും ആണല്ലോ ഞങ്ങള് കർത്താവെ. ആ ആദിജാതന്റെ
കർത്താവെ താഴെയുള്ള ആ, അനുജന്മാരും അനുജത്തിമാരും എന്നവണ്ണം ഉള്ള ആ പിതാവിന്റെ തേജസ് ഞങ്ങളിലും ആ, അത് വെളിപ്പെടും. അതേ കർത്താവെ, മൂത്ത പുത്രൻ അവിടുന്ന് ചെയ്തതൊക്കെയും ഇളയ പുത്രന്മാർക്കും പുത്രിമാർക്കും അവിടുന്ന് ചെയ്യും. ഞങ്ങളെയും അതുപോലെ തേജസ്സുള്ളവരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, ആ മണവാട്ടിയുടെ തേജസ്സിലേക്ക് ഞങ്ങളെയും കർത്താവെ ഒരുക്കണം. എസ്തേറിന്റെ ആ ഒരുക്കത്തെ പോലെ കർത്താവെ, അവിടുത്തെ അവിടുത്തെ ആ ആലോചന പ്രകാരം മാത്രമുള്ള ഒരുക്കം കർത്താവെ, അല്ലാതെ ലോകത്തിന്റെ ആലോചന പ്രകാരമുള്ള ഒരു ഒരുക്കമല്ല, മറിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ആലോചന പ്രകാരം എല്ലാ സൽപ്രവൃത്തികൾക്കും ഒരുക്കമുള്ളവരായിട്ട് കർത്താവെ, ആ, മണവാട്ടി വസ്ത്രം തുന്നുന്നവരായിട്ട്, ഒരുക്കമുള്ളവരായിട്ട്, കർത്താവെ, അങ്ങേ കാത്തിരിക്കുന്നവരായിട്ട് ഞങ്ങൾ ഓരോരുത്തരാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചെറുപ്പക്കാരി കുഞ്ഞുങ്ങളെ എസ്പെഷ്യലി ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും ഗ്രഹിക്കാനും അവരെ അങ്ങ് സഹായിക്കണം. ഇതെല്ലാം ഒരുക്കമുള്ളവരായിട്ടായി തീരണം. അടുത്ത തലമുറയും കർത്താവ് അങ്ങ് ഒരുക്കമുള്ള ഒരു തലമുറയെ അങ്ങ് എഴുന്നേൽപ്പിച്ചാട്ടെ. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടതിനോട് സ്തുതിക്കുന്നു. എല്ലാം യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ. ആമേൻ.